പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കുറച്ച് വൈകി. അതെ, നമുക്കും വേണ്ടി ഒരു അതെ, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടാവും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ കുറച്ച് വൈകിയത് എന്ന് പറയാം. തീർച്ചയായും എല്ലാവരും എണീക്കാനുള്ള ഒരു താമസം. അതെ അതെ അതെ, ആ ഒരു എണീക്കാനുള്ള താമസം നിങ്ങൾ കുറച്ചേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. സത്യം. അപ്പൊ ഇപ്പൊ എന്തായാലും ഒരു 10:16 അതുകൊണ്ട് ഇനിയിപ്പോ അതെ അതെ, ഇനി ആൾക്കാർ എഴുന്നേറ്റ് പത്രമൊക്കെ വായിക്കുന്ന സമയം. പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോ തന്നെ നിങ്ങൾക്കൊരു കാലാവസ്ഥാ മാറ്റം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഞാനും എണീറ്റപ്പോ ശ്രദ്ധിച്ചു. അതെ, പതിവില്ലാത്തൊരു മഴയും മഞ്ഞും എല്ലാം ഉണ്ട്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത മഴ. അമ്മാതിരി കനത്ത മഴ കുറച്ച് നാളായി നമ്മളിങ്ങനെ രാവിലെ തന്നെ നമുക്ക് കിട്ടിയിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുകയാണ്. തമിഴ്നാടിനെ വിറപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ 3 മരണമടക്കം കനത്ത നാശനഷ്ടം വിതച്ചുകൊണ്ട് ഇന്നലെയാണ് ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊട്ടിരിക്കുന്നത്. കര തൊട്ടപ്പോ തന്നെ 3 മരണവും തീരാ നാശനഷ്ടങ്ങളും ഗതാഗതം അങ്ങനെ പല കാര്യങ്ങളും തമിഴ്നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും. ഇതിന്റെ ഉച്ചാരണത്തില് പല സംശയങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഫെങ്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. പക്ഷെ ഫെയ്ഞ്ചൽ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എല്ലാ പത്രങ്ങളും. മലയാളികൾ ഫെയ്ഞ്ചൽ എന്നാക്കിയിട്ടുണ്ട്. അതെ അതെ, അപ്പോ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തന്നെയാണ് പറയുന്നത്. തമിഴ്നാടിനെ ആകെ ബാധിച്ചിരിക്കുകയാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. തമിഴ്നാടിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. ചെന്നൈയിൽ ATM നിന്ന് ഷോക്കേറ്റ് അതിഥി തൊഴിലാളി വരെ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ സ്കൂളുകൾ അടച്ചു, കോളേജുകൾ അടച്ചു. ഈ IT പ്രൊഫഷണലോട് വർക്ക് ഫ്രം ഹോം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നിരവധി 329 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നിരിക്കുന്നത്. അതുപോലെ 50-ലേറെ വിമാനങ്ങൾ റദ്ദാക്കി 19 വിമാനങ്ങളോട് തിരിച്ചുവിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സുരക്ഷാ നടപടികളൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഒരു ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, പ്രഭാവം കേരളത്തിലും. നമ്മൾ കണ്ട മഴ ചില്ലറ മഴയല്ല. അതെ, തീർച്ചയായിട്ടും. ഏകദേശം തമിഴ്നാട്ടിൽ മാത്രം 30 ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞു. 30-ലധികം സ്ഥലങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട ഇത് ഞാൻ ചെന്നൈ, മാമ്പലം, കോടമ്പാക്കം, മടിപ്പാക്കം, അശോക് നഗർ, അങ്ങനെ നിരവധി ഇതുപോലത്തെ 30 നഗരങ്ങളിൽ ഓൾറെഡി ഇപ്പൊ വെള്ളപ്പൊക്കമായി കഴിഞ്ഞെന്നാണ് പറയുന്നത്. അവിടെയുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങി. ചെന്നൈയിലൊക്കെ കനത്ത നാശനഷ്ടമാണ്. ഈ കാറ്റാണ് ഇച്ചിരി കൂടെ ഭീകരം. കാരണം അതാണ് ഭയപ്പെടുത്തുന്നത്. ഈ കാറ്റ് കാരണം മരങ്ങൾ വീഴുക, ബിൽഡിങ്ങിന് തകരാറ് സംഭവിക്കുക. അതിപ്പോ വഴി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അപകടമാണ്. വെള്ളം പൊങ്ങുന്ന പറഞ്ഞാൽ ഇപ്പൊ അവിടെ ചെറിയൊരു മഴ പെയ്താലും ചെന്നൈയിലൊക്കെ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്നതാണ്. അപ്പോഴത്തേക്ക് അത് അവർ അഡ്ജസ്റ്റ് ആണ്. പക്ഷെ ഈ കാറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് തമിഴ്നാട് ജീവനക്കാർ, തമിഴ്നാട്ടിലുള്ള ആളുകൾ പറയുന്നത്. ഈ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാട്. പ്രത്യേകിച്ച് ഈ പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ വരുമ്പോ തമിഴ്നാട് ആകെ ഡാമേജ് ആവാറുണ്ട്. മഴ വരുമ്പോ എല്ലാ വർഷവും ഇല്ലേ തമിഴ്നാട് വെള്ളപ്പൊക്കത്തിലാണ്. ചെന്നൈയൊക്കെ പ്രത്യേകിച്ച് നമ്മള് ധനുഷിന്റെ ഒരു സിനിമയിൽ കണ്ടതാണ്. അത് VIP 2 മൊത്തം കോർപ്പറേറ്റ് ബിൽഡിങ്ങുകളടക്കം അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തില്. തമിഴ്നാട്ടിൽ ഈ വെള്ളപ്പൊക്കം സാധാരണയാണ്. അവരത് അഡ്ജസ്റ്റ് ആണ്. കാരണം അവിടെ ഡ്രെയിനേജ് സിസ്റ്റം വരെ അവർ ആ ഒരു രീതിയിൽ സെറ്റാക്കി വെക്കുന്നതാണ്. പക്ഷെ ഈ ഒരു കൊടുങ്കാറ്റും കൂടെ എന്നുള്ളത്, ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇത്തിരി ഭയപ്പെടുന്ന സാധനമാണ്. കാരണം വലിയ മരങ്ങളൊക്കെ ഉള്ള വലിയ പ്രദേശമാണ്. ഭയങ്കരമായിട്ടുള്ള, നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറമാണ് അവിടുത്തെ പല പ്രശ്നങ്ങളും. ഈ കൊടുങ്കാറ്റിന്റെ കൂടെ തന്നെ ഈ മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത്. സാധാരണ അവർ പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് അവർ പ്രതീക്ഷിക്കുന്നില്ല. ചുഴലിക്കാറ്റ് മഴ പെയ്യും, വെള്ളപ്പൊക്കം വരും. ജോസിൻ പറഞ്ഞ പോലെ തന്നെ അവരതായിട്ട് യൂസ്ഡ് ആണ്. പക്ഷെ ഇത് ഒരു പ്രിപ്പയർഡ് അല്ല, കാണുന്ന പോലെയുള്ള ഒരു കാര്യമാണത്. തീർച്ചയായിട്ടും. അതല്ല, അവിടെ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയാണെന്നാണ് അറിയാൻ പറ്റും. ഓക്കെ, സ്വന്തം വീട്ടിൽ ഇരുന്നാൽ പോലും ഈ ചുഴലിക്കാറ്റിനെ അതിജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 300-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങളൊക്കെ തുറന്നിട്ടുണ്ടാവുക. സോ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിൽ വിറച്ച് തമിഴ്നാട്. പുതുച്ചേരിയിലും ആന്ധ്രയിലെ വിവിധ ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുന്നു. കാറ്റിലും പേമാരിയിലും ചെന്നൈ നഗരത്തിലും സമീപ മേഖലകളിലും ജനജീവിതം സ്തംഭിച്ചു. വീടുകളിലും ആശുപത്രികളിലും വരെ വെള്ളം കയറി. ചെന്നൈയിൽ ഷോക്കേറ്റ് അതിഥി തൊഴിലാളിയടക്കം 3 പേർ മരിച്ചു. ATM നിന്ന് പണം പിൻവലിക്കുന്നതിനിടെയാണ്
അതിഥി തൊഴിലാളിക്ക് ഷോക്കേറ്റത്. ചെന്നൈ വിമാനത്താവളം ഞായർ പുലർച്ചെ 4 വരെ അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചു. ഇപ്പൊ ഞായർ പുലർച്ചെ എന്ന് പറയുമ്പോൾ ഇന്ന് 4 മണി വരെ അടച്ചു. അപ്പൊ ഇപ്പൊ തുറന്നിട്ടുണ്ടാവും. ചിലപ്പോ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഊഹാപോഹങ്ങളാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ കാര്യം അവിടെ സാഹചര്യം അനുസരിച്ചായിരിക്കും. എന്തായാലും തീരം തൊട്ടിരിക്കുകയാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. അതായത് തമിഴ്നാട് ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിലുള്ളവർ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കേരളത്തിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്കും 4 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതായത് നാളെ നാളത്തെ ഒടുക്കത്തെ മഴയായിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് മഴയാണ് സേഫ് ആയിട്ടുള്ളത്. അതായത് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ വളരെ മയത്തിൽ ഇങ്ങനെ കൊടുത്തിരുന്ന സമയം അധികം മഴ മഴ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കനത്ത മഴ നിസ്സംശയം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു സൂചന നമ്മളത് രാവിലെ കണ്ടു. തീർച്ചയായിട്ടും കനത്ത മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ, അതിന്റെ കൂടെ മഞ്ഞും വഴിയൊന്നും കാണാൻ പറ്റില്ല. ഇന്നലെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും വീട്ടിൽ നിന്ന് വരുന്ന സമയം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരാള് മഴയത്ത് ഫുള്ള് നനഞ്ഞു വന്നു. ഒരാൾക്ക് വഴി പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സംസാരമൊക്കെ പറയുന്നത് ഭയങ്കര സിറ്റുവേഷൻ ആണത്. കാരണം അതുകൊണ്ട് തന്നെ ഭയങ്കരമായ മുൻകരുതലുകൾ സ്വീകരിക്കണം തീർച്ചയായിട്ടും. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കോട്ടയം യെല്ലോ അലർട്ടാണ്. അതായത് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഓറഞ്ച് അലർട്ട് അതിനേക്കാളും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോട്ടയത്ത് തന്നെ ഇത്രയും വലിയ മഴ പെയ്യുമ്പോൾ അത് യെല്ലോ അലർട്ട് ആണെങ്കിൽ ഓറഞ്ച് അലർട്ട് ഉള്ളതൊക്കെ എന്നാ മഴയായിരിക്കും ആലോചിക്കുന്നത്. ചിലപ്പോ ഇന്നലെ പ്രഖ്യാപിച്ചതായിരിക്കും. ഈ ഒരു മഴ കാണത്തില്ലല്ലോ. അപ്പോ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊട്ടതിന് ശേഷമായിരിക്കും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുകൊണ്ട് അവിടെ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് അടിക്കുമ്പോ ഓക്കെ നമുക്ക് ഇവിടെ ഒരു മഴയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ കേരള കർണാടക തീരത്തുള്ള നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള ഒരു അറിയിപ്പും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പക്ഷെ അവർ യൂസ്ഡ് ആണ്. അവര് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ്. എന്നാൽ പോലും നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് പറഞ്ഞത് മനസ്സിലാക്കി നിങ്ങൾ കടലിൽ പോകരുത്. തീർച്ചയായിട്ടും. അപ്പോ കാലാവസ്ഥ മാറി മറിയുകയാണ്. ഫെയ്ഞ്ചൽ എന്നുള്ളൊരു ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ വരുന്നത് പോലും കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ് നമുക്ക് അറിയില്ല. പിന്നെ ഒരു പെട്ടെന്നൊരു പ്രഖ്യാപനമായിരുന്നു ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. തീരം തൊട്ടു. അതുപോലെ ഇനി ഏതൊക്കെ തീരം തൊടും തീരം തൊടില്ല എന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക, വാർത്തകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ തള്ളിക്കളയാതിരിക്കുക എന്ന് പറയാനുള്ളൂ. അതെ. പിന്നെ മാത്രമല്ല കാലാവസ്ഥ ഇത് പ്രവചനത്തിന് അപ്പുറം നമുക്കറിയാം ഒരു സ്ഥലങ്ങളും കാണുമ്പോൾ കാലാവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് സാഹചര്യം കടലിലൊക്കെ. അതെ അതെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സുരക്ഷാ മാർഗം തേടുക എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥ പ്രവചനങ്ങൾ പോലും ശരിയാകണമെന്നില്ല. ഇത് കണ്ടോ, ഇന്ന് എന്തായാലും ദുർബലമാകും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കാലാവസ്ഥ പ്രവചനക്കാരെ വരെ ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് വട്ടം ചുറ്റിച്ചു എന്നാ പറയുന്നത്. അവർക്ക് അൺപ്രഡിക്റ്റബിൾ ആയ രീതിയിലാണ് ഈ കാറ്റ് വന്നിരിക്കുന്നത്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ശനിയാഴ്ച വൈകിട്ടോടെ പുതുച്ചേരിക്കും കാരക്കലിനും ഇടയിലാണ് തീരം തൊട്ടത്. വടക്ക് കിഴക്ക് നിന്നുള്ള തണുത്ത കാറ്റിന്റെ ശക്തി മൂലം കര തൊടാൻ വൈകിയ ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ ദുർബലമാകുമെന്നാണ് നിഗമനം. ഈ വർഷത്തെ 4ാമത്തെയും ഈ സീസണിലെ 2ാമത്തെയും ചുഴലിക്കാറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ചില പ്രവചനങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വേരിയേഷൻ സാങ്കേതികമായ പരിമിതികളുണ്ട്. അത് എപ്പോഴും പ്രകൃതിനെ നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പല ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മുൻകരുതലുകളും അല്ലാത്ത കരുതലുകളും എല്ലാ കരുതലും നമ്മൾ തന്നെ സ്വീകരിക്കുക. എന്തായാലും മഴ പെയ്ത കുട കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ കരുതലാണല്ലോ. മഴ പെയ്താൽ കുട പിടിക്കുക എന്നൊക്കെ പറയുന്നത് അതുപോലെ സ്വീകരിക്കുക. അതെ. നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക. ഒന്നും നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക. അപ്പൊ എന്തായാലും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ഡിസംബറിൽ മഞ്ഞ് മാത്രമല്ല മഴയും പെയ്യുമെന്ന് മനസ്സിലാക്കി കാലം തെളിയിച്ചിരിക്കുകയാണ്. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഡിസംബർ മാസം വരട്ടെ. മഴ അധികമില്ലാത്ത, മഞ്ഞ് മാത്രം കുറച്ച് കൂടിക്കും. മഞ്ഞ് എന്തായാലും ഉള്ളതാ ഡിസംബറിൽ. തീക്കോയിലൊക്കെ മഞ്ഞ തീക്കോയിലുണ്ടല്ലേ. തീക്കോയിലൊക്കെ നല്ല സുഹൃത്തൊക്കെ വരെ എന്താണ് നടക്കുന്നത് തന്നെ. തീക്കോയിൽ ഇവിടെ വരെ ഒന്നും കാണത്തില്ല, കണ്ണടച്ച് വന്നൊക്കെ.
അതെ അതെ. അപ്പോ സൂക്ഷിക്കുക. അതെ, തീർച്ചയായും. സുഹൃത്തുക്കളെ സൂക്ഷിക്കുക. അതെ, സുഹൃത്തുക്കളെ സൂക്ഷിക്കുക. അതെ, തീർച്ചയായിട്ടും. അപ്പോ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സഖ്യത്തിലുള്ളവർ മാർപ്പാപ്പയെ കണ്ടിരുന്നു. അതിങ്ങനെ പറയാതെ നല്ല വാർത്തയല്ലേ? നല്ല, അയ്യോ ഞാനത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. സോറി. അതൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. നല്ല വാർത്ത. മനുഷ്യരെല്ലാരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് വീണ്ടും. അതെ അതെ, വീണ്ടും. അപ്പോ മാർപ്പാപ്പയ്ക്ക് വളരെ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. മാർപ്പാപ്പ പറഞ്ഞത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജീവിതം മനുഷ്യന് സമർപ്പിച്ച ഒരു മഹാവ്യക്തിയാണെന്നാണ് മാർപ്പാപ്പയുടെ ഒരു വാക്കുകളിൽ നിന്ന് ലോകം കേട്ടത്. അതെ, കാരണം രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലുള്ള വെറുപ്പ്, അസഹിഷ്ണുത വർദ്ധിക്കുന്ന ഇക്കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രസക്തമാണെന്നാണ് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ തന്നെ പറഞ്ഞു. അതായത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഇല്ലെ മനുഷ്യന്മാർ തമ്മിലുള്ള വേർതിരിവുകളും, ഒരു ചെറിയവൻ വലിയവൻ പണക്കാരൻ അല്ലാത്തവൻ, അങ്ങനെയുള്ള ജാതി മതം, അങ്ങനെയുള്ള പല രാജ്യങ്ങൾ, യുദ്ധങ്ങൾ, അതിലുള്ള പല വേർതിരിവുകളും നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ, അതായത് 100 വർഷം മുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷത്തോളം ആയി മരിച്ചു വിട്ട്. അത് അപ്പം ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തുള്ള ആ വാക്കുകൾ ഇന്ന് വളരെ പ്രസക്തമാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. അപ്പൊ വത്തിക്കാൻ സിറ്റിയിലെത്തി മാർപ്പാപ്പയെ നേരിട്ട് കണ്ടു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. വത്തിക്കാൻ സ്ക്വയറിലെ അഗസ്റ്റീരിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 180 പ്രതിനിധികൾ ഉൾപ്പെടെ 200ഓളം പേർ പങ്കെടുത്തു. അതായത് വിവിധ രാജ്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആൾക്കാരുണ്ട് അവിടെ. അവരെല്ലാവരും അങ്ങനെ 180 പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള 200 പേരാണ്. അപ്പോ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലെഗസി. തീർച്ചയായിട്ടും. അപ്പൊ മനുഷ്യൻ നേരിട്ട വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ സാമൂഹ്യവും മതപരവുമായ നവോത്ഥാനത്തിന് ജീവിതം സമർപ്പിച്ച ആധ്യാത്മിക ആചാര്യനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ജനങ്ങൾക്കിടയിലും രാഷ്ട്രങ്ങൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിക്കുന്ന ഇന്നത്തെ ലോകത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ വളരെ വളരെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും. അപ്പോ അവര് സന്ദർശിച്ചവരിൽ മലയാളികളടക്കമുണ്ട്. തീർച്ചയായിട്ടും. വത്തിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പീതാംബര വസ്ത്രമണിയിച്ച് ശിവഗിരി മഠത്തിന്റെ ഉപഹാരം നൽകുന്ന ദൃശ്യം കേരള കൗമുദിയിലടക്കം കൊടുത്തിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ഫ്രണ്ട് പേജിലുണ്ട്. ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗനന്ദ, മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ എന്നിവർ സമീപം. പേരുകളുടെ ഒരു കാഠിന്യത്തിലാണ് ഇങ്ങനെ പറയാൻ പാടില്ല. പേരുകൾ അത്രയും കാഠിന്യമുള്ള പേരുകൾ. ഇന്നത്തെ കാലത്ത് ഇടുന്ന ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ട് പറയുന്ന പേരുകൾ അല്ല, സ്വാമി ഒരിക്കലും കോപിക്കരുത്. കാരണം ഞങ്ങളിത് വളരെ ലൈറ്റ് ആയിട്ട് പറയുന്നതാ, അല്ലാതെ ഒരിക്കലും ഒരു ആക്ഷേപഹാസ്യം ഒന്നായിട്ട് എടുക്കരുത്. ഞങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞതാ. ശരിയാ, അതൊരു പുതിയ പരീക്ഷണമാണ്. സ്വാമി ക്ഷമിച്ചോളൂ. സ്വാമിയുടെ പേര് ഇങ്ങനെ ദേഷ്യപ്പെടുന്നവരാണ് നമ്മളെ ആക്രമിക്കാൻ പറ്റും. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, നമ്മള് വേർതിരിവ് നിർത്തണമെന്ന്. സമാധാനത്തിന്റെ ദൂതരാണ് സ്വാമിമാര്, മാർപ്പാപ്പ ഒക്കെ. അപ്പൊ അത് തന്നെയാണ് ഇവരുടെ സന്ദർശനം, കൂടിക്കാഴ്ചയൊക്കെ നൽകുന്ന സന്ദേശവും. തീർച്ചയായിട്ടും വിയോജിപ്പുകളെ ആദരിക്കണം. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ തക്കുടുന്നൊക്കെ ഞങ്ങൾ വിളിച്ചു. അപ്പൊ വിയോജിപ്പുകളെ പോലെ ആദരിക്കണം എന്നുള്ള സന്ദേശം പറയുന്ന ആൾക്കാരാണ് ഇവരെന്നാണ് പറയുന്നത്. തെറ്റായിട്ടാണ് പറയാ. പിന്നെ അതന്നെ, തീർച്ചയായിട്ടും. ദൈവം എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ തുല്യമായ അവകാശങ്ങളും കർത്തവ്യങ്ങളും അന്തസ്സും നൽകിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഒരേ ദൈവത്തിന്റെ മക്കളായി പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം. സാഹോദര്യത്തിന്റെ ചൈതന്യത്തിൽ വൈവിധ്യങ്ങളെയും വിയോജിപ്പുകളെയും ആദരിക്കണം. നമ്മൾ പരസ്പരം താങ്ങാവണം. വാസഗൃഹമായ ഭൂമിയെ സംരക്ഷിക്കണം. വിശുദ്ധമായ മതദർശനങ്ങൾ ജീവിതത്തിൽ പാലിക്കാത്തതാണ് ലോകത്തെ അസ്വസ്ഥതകൾക്ക് കാരണം. ആ ദർശനങ്ങളുടെ അടിത്തറയിൽ മാനവ സാഹോദര്യം വളർത്തണം. വൈവിധ്യത്തിലും ഏകത്വം പുലരണം. ഭിന്നതകളിലും മൈത്രിയോടെ സഹവസിക്കണം. വെല്ലുവിളികൾ നേരിടുമ്പോഴും സമാധാന ദൂതരാവണം എന്ന സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ഗ്രേറ്റ് വേർഡ്സ് ആണ്. അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളും അത് ജീവിതത്തിലൊക്കെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന ഒരു സംഘർഷങ്ങളും ആർക്കും ഉണ്ടാവില്ല. എല്ലാ വ്യക്തികളുടെയും മനസ്സ് നന്നാവുകയും സമാധാനത്തിലേക്ക് അവര് പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം കുട്ടികളുടെ പ്രാർത്ഥന, കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ പ്രാർത്ഥനാകാരം മാർപ്പാപ്പ കേൾക്കുകയും. അപ്പൊ എന്തായാലും കേരളത്തിന്റെ ഒരു
ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ഒരു മലയാള ഗാനം എന്നല്ല, കുട്ടികൾ പാടിയ ഗാനം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു അഭിമാനമാണല്ലോ. വളരെ ആഹ്ലാദത്തോടെയാണ് മാർപ്പാപ്പ സ്വീകരിച്ചതും സംസാരിച്ചതൊക്കെ. അതാണ് പ്രഭാഷണത്തിന് ശേഷം 1.5 മണിക്കൂറോളം മാർപ്പാപ്പ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം ആഹ്ലാദത്തോടെ ചെലവിട്ടു. ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ, ജൂത പ്രതിനിധികളും സന്യാസിമാരും വൈദികരും ബുദ്ധിജീവികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സമ്പന്നമായ സദസ്സായിരുന്നു. എല്ലാവരുമായി മാർപ്പാപ്പ ആശയവിനിമയം നടത്തി. എല്ലാവർക്കും ഹസ്തദാനം നൽകി കുശലം പറഞ്ഞു. അവർക്കൊപ്പം ഫോട്ടോയും എടുത്തു. പ്രതിനിധികൾ മാർപ്പാപ്പയ്ക്ക് ഉപഹാരവും സമർപ്പിച്ചു. അതുകൊണ്ട് ഒരു സർവ്വമത ജാതി മൈത്രി സമ്മേളനം. ജാതി പറയാൻ പറ്റത്തില്ലേ? ഇത് ഇന്ത്യയിൽ നിന്നുള്ള കർണാടക സ്പീക്കർ UT ഖാദർ, ഡോക്ടർ ഡേവിഡ് ചെറിയ, പിന്നെ നമ്മുടെ സ്വന്തം മലയാളി ചാണ്ടിയുമ്മൻ MLA. ചാണ്ടിയുമ്മനോടെ ഉണ്ടല്ലോ, ചാണ്ടിയുമ്മനോടെ ഉണ്ട്. കുറച്ച് ആളും കണ്ടായിരുന്നു ചാണ്ടിയുമ്മന് മാർപ്പാപ്പയോടൊപ്പം. ചാണ്ടിയുമ്മൻ മാർപ്പാപ്പയുടെ വേണ്ടപ്പെട്ട ആളായി മാറുകയാണ്. സുഹൃത്തുക്കളെ, നീ കേരളത്തിലേക്ക് ഇനി വരൂ. ഉടനെ ഇന്ത്യയിലേക്കുള്ള ഒരു സന്ദർശനം ഉണ്ടെന്ന് അടുത്ത വർഷം കാണുമെന്ന് പറയുന്നുണ്ട് മാർപ്പാപ്പയുടെ. അവിടെ ഉണ്ടായിരുന്നു. കോട്ടയംകാരുടെ അഭിമാനമായ ചാണ്ടിയുമ്മനും അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ, തീർച്ചയായിട്ടും നല്ലൊരു ഇതിന് സാക്ഷ്യം വഹിക്കാൻ ചാണ്ടിയുമ്മനും മാർപ്പാപ്പയോടൊപ്പം ഉണ്ടായിരുന്നു. മാർപ്പാപ്പയോടൊപ്പം മാത്രമല്ല ഈ ശ്രീനാരായണ ഗുരു തീർച്ചയായിട്ടും. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചാണ്ടിയുമ്മൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഈ അടിപിടി ഉള്ള കാര്യങ്ങളിലൊക്കെ വെറുതെ ഇൻവോൾവ് ആയി വെറുതെ കളയാതെ. സത്യം, എത്ര പേര് എത്രയൊക്കെ മോശം ആക്ഷേപങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ചാണ്ടിയുമ്മനെ ശരിക്കും തകർക്കാൻ തന്നെ ചില ആളുകൾ കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ സാഹചര്യത്തിലും പുള്ളി മൈൻഡ് ചെയ്യാതെ പുള്ളി നടക്കുക, ഡെവലപ്മെന്റിന് വേണ്ടി പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ ഇലക്ഷന്റെ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ചാണ്ടിയുമ്മന്റെ ഒരു പോസ്റ്റ് ഭയങ്കര വിവാദമായിരുന്നു. ആ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ CPM പ്രവർത്തകർക്കൊപ്പം ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ ചാണ്ടിയുമ്മൻ കറക്റ്റ് ടൈമിങ്ങിൽ ഇട്ടു. അപ്പൊ ഇവര് പറയുന്നു, ചാണ്ടിയുമ്മന്റെ കൂറ് CPM-നോടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറെ പേര് ചാണ്ടിയുമ്മനെ താറടിക്കാൻ നോക്കി. അത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ചാണ്ടിയുമ്മനായിട്ട് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ചാണ്ടിയുമ്മനെ ഒരുപാട് തഴയാനായിട്ട് പല ഘടകങ്ങൾ, അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പരുക്കൻ അച്ഛനെ വിട്ടിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി സാറിനെ പോലെ അല്ല ചാണ്ടിയുമ്മൻ. കുറച്ച് പരുക്കനാവാറുണ്ട് ചില സമയത്ത് നിലപാടുകളിലും. കുറച്ചും കൂടെ ഒരു, നമ്മൾ കണ്ടായിരുന്നു താടിയൊക്കെ വളർത്തി ഭയങ്കരമായിട്ട് ഏതോ സിനിമയിൽ ധനുഷിനെയൊക്കെ പോലെ അല്ല വിജയ് സേതുപതിനെയൊക്കെ പോലെ ഭയങ്കര ഒരു മാസ് പോലെയൊക്കെ ചില ഭയങ്കര പ്രതികരണങ്ങളൊക്കെ പുള്ളി നടത്തിയായിരുന്നു. ഇപ്പൊ പുള്ളി ഡ്രിം ചെയ്ത് എല്ലാം നല്ല സമാധാനത്തിന്റെ വകരുതേ മാർപ്പാപ്പയ്ക്കൊപ്പം ഒന്നുകൊണ്ടും പേടിക്കണ്ട. നല്ലൊരു മനസ്സിന്റെ ശുദ്ധീകരണത്തിന് തന്നെയാണ് ഇതൊക്കെ ഇടവരുത്തുക. അല്ലാതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി എന്ത് വന്നാലും ചാണ്ടിയുമ്മൻ ഭാവിയിൽ ഒരു വാഗ്ദാനം തന്നെയാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. തഴഞ്ഞില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തും. ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, മുഖ്യമന്ത്രി പദം അതിലെത്താൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട മന്ത്രി ആകാം, ആഭ്യന്തരം എടുക്കാം, അല്ലെ, റവന്യൂ എടുക്കാം, ഏത് വേണമെങ്കിലും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കൾ വളർന്നു വരട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പമുള്ള ചാണ്ടിയുമ്മന് അഭിനന്ദനങ്ങൾ. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു കോട്ടയത്ത് വന്ന് കാണാം. കോട്ടയത്ത് മഴയൊക്കെ ഉണ്ട്, അതിന് വേഗമാ. കോട്ടയത്ത് നല്ല മഴയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു പാർട്ടി പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തല്ല്, ഇത് ആവശ്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തല്ലിൽ ഇടപെട്ടിരിക്കുകയാണ്, അല്ല തല്ലിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അല്ലല്ല, ചാണ്ടിയുമ്മൽ നമ്മൾ നേരെ നടക്കും, സമാധാനം നടക്കും. തീർച്ചയായിട്ടും. അതായത് തല്ലിൽ നിന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, തല്ലുകൊള്ളാൻ പോകരുത് എന്നുള്ളത്. ആവശ്യത്തിനാണ് തല്ലുകൊള്ളാൻ പോകാം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി തല്ലുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അല്ല, യൂത്ത് കോൺഗ്രസ് തല്ലുകൊണ്ടിരിക്കുന്നത് വയനാട് പുനരധിവാസത്തിൽ കേന്ദ്രത്തിന്റെ അനാസ്ഥ കാരണമാണ്. അയ്യോ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അടിച്ച് വെറുതെ നശിപ്പിച്ചിരിക്കുകയാണ്. പുറത്തത് ഇങ്ങനെ വെട്ടി വെച്ച പാടുപോലെ, അല്ലെ, എന്തോരം പാടുകളാണ്. എല്ലാരും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കണം. ഒരു യുവാവിനെ മർദ്ദിച്ചിരിക്കുകയാണ് പോലീസ്, അതും കേന്ദ്ര സംസ്ഥാന പോലീസ് എന്ന് പറയേണ്ടി വരും. കാരണം കേന്ദ്രത്തിനെതിരെയാണ് ഇവര് പ്രകടനം നടത്തിയത്, എന്നിട്ട് നമ്മുടെ സംസ്ഥാന പോലീസാണ് അടി കൊടുക്കുന്നത്. അതാലോചിക്ക്, നമുക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുക, അല്ലാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചതിനാണ് തല്ല് കിട്ടിയത്. അതായത് വയനാട് പുനരധിവാസം ആശ്വസിക്കാൻ വകയില്ലാത്തത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് കളത്തിലിറങ്ങി. കേരളം ചോദിച്ചതിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. കേരളം ആവശ്യപ്പെട്ടത് 2219 കോടി രൂപയാണ്.
പരമാവധി 600-700 കോടി രൂപ കിട്ടിയേക്കും എന്നാണ് പറയുന്നത്. കിട്ടിയിട്ടില്ല. 600-700 കോടി കിട്ടിയേക്കും 2000 സംതിങ് ചോദിച്ചിട്ട്. അപ്പൊ അതിനെതിരെ ഇറങ്ങുകയാണ്. കാരണം കോൺഗ്രസ് ഇറങ്ങുമ്പോ ഈ പറയുന്ന ആളുകൾക്കും, അതായത് കേരളത്തിലുള്ള ഭരണ കക്ഷികൾക്കും കുറച്ചൊന്ന് പ്രശ്നം ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ വയനാട് ആരാ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പ്രഭാവം 8 നിലയിൽ ബാക്കിയുള്ള എല്ലാ പാർട്ടികളെയും പൊട്ടിക്കുന്നു. രാഹുൽ ഗാന്ധിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചു. അതുകൊണ്ട് കേരളം വയനാട് എന്നുള്ളൊരു സംഭവം എന്തോ കേരളത്തിലല്ല എന്നുള്ളൊരു ഭാവം ഇവർക്കുണ്ടോ? എനിക്കൊന്നും. പക്ഷെ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നതിന് മുമ്പും വയനാടിനോടൊരു ഇത് അവഗണന ഉണ്ടായിരുന്നു. കാരണം അത് വളരെ പേഴ്സണൽ ആണത്. കാരണം അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടെ. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നിട്ടും വയനാടിനെ ഇങ്ങനെ അവഗണിക്കുമ്പോ അത് വളരെ പേഴ്സണൽ ആണ്. പക്ഷെ CPM പ്രവർത്തകരോ ബാക്കിയുള്ളവർ ഇങ്ങനെ ഒരു പ്രകടനം നടത്തി നമ്മൾ കണ്ടില്ല. അല്ലേ, കണ്ടില്ല. അവരാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ കേണ് ചോദിക്കുന്നത്. എപ്പോഴെപ്പോഴും ഇതിനെപ്പറ്റി ഒരു കാര്യം പോലും ഇപ്പൊ സംസാരിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത്. കിട്ടുന്നില്ല, അവർ തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു പ്രക്ഷോഭം ഇവിടെ ഉണ്ടല്ലോ BJP ഘടകങ്ങളൊക്കെ. ഒരു പ്രക്ഷോഭം അറിയിക്കാനോ ഇതുപോലുള്ള കാര്യങ്ങൾ കൊള്ളാനോ എന്തിനിങ്ങനെ? പിന്നെ എന്തായാലും നിങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള അടികൾ ഉണ്ടാവില്ലല്ലോ. പോലീസ് എന്തായാലും തൊടില്ല അല്ലേ? CPM പ്രവർത്തകരൊക്കെയാണ് ഇത്രയും. പിന്നെ കേരളത്തിൽ തന്നെ ജാഥ നടത്താതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ മാർപ്പാപ്പ തന്നെ വത്തിക്കാൻ സിറ്റിയിൽ ഇത് വലിയൊരു ദുരന്തമാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ടും ഇതൊരു ദേശീയ ദുരന്തമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു ഇതൊരു ദേശീയ ദുരന്തമാക്കണം എന്നുള്ള രീതിയിൽ. അതുപോലും ചെയ്തിട്ടില്ല. ആ സമയത്തും ഇവിടെ വന്ന് സന്ദർശിച്ച സമയത്തും കേരളത്തിന് വയനാടിന് ആവശ്യമായത് തരുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കുട്ടികളെയൊക്കെ കളിപ്പിക്കുന്നത്, ആശുപത്രിയിൽ പോയി സുരേഷ് ഗോപി അടക്കം അപ്പൊ മാലയിട്ട് സ്വീകരിച്ചിട്ട് ഇപ്പൊ ഈ ഒരു സാധനം വന്നപ്പോ സുരേഷ് ഗോപിനെയും കാണാനില്ല, മോദിനെയും കാണാനില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ദേഷ്യപ്പെടും. അതെ, നമ്മൾ ഇതിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജോലിയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ. അതെ, എന്നിട്ട് അവര് പറയുന്ന ഒരു മറുപടി ഇപ്പോഴും തുടരുന്നു. മതിയായ തുകയുണ്ടെന്ന് കേന്ദ്രം. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മതിയായ തുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ലഭ്യമാണെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വീട് നിർമ്മാണത്തിന് 50,000-ൽ കൂടുതൽ രൂപ കിട്ടും. ദുരന്തത്തിൽ പൂർണ്ണമായി വീടുകൾ തകർന്നാൽ 1,80,000 രൂപ വരെ ലഭിക്കും. 1,80,000 രൂപയ്ക്ക് ഒരു വീട് പണിയാട്ടോ. അതെ 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 അതെ, ഇവരുടെയൊക്കെ ബംഗ്ലാവ് 1,80,000 രൂപയ്ക്ക് ചിലവരവിടെ ഷെഡ്, 5 ലക്ഷം രൂപ ഷെഡ്, 5 കോടി 2 ലക്ഷം രൂപയ്ക്ക് പണിതിട്ട് 5 കോടി നീതി വെക്കും. അതാണ് 1,80,000 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വീട് പണിയാം. എന്റെ സുഹൃത്തിന്റെ കക്കൂസ് പണിയാനായി. അറിയോ, ഞാൻ പറയാൻ പാടില്ല, എന്നാലും അത്രയും രൂപ അല്ലേ ഒരു ബാത്റൂം പണിയാനായി എടുക്കുന്നുണ്ട്. ഞാൻ പച്ചക്ക് പറഞ്ഞതാ. 1,80,000 ഒന്നും പോരാ. സത്യം. പണ്ട് CPM അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി ഇതിന് ബഡ്ജറ്റ് ഇട്ട സമയത്ത് എല്ലാവരും ഒന്ന് കളിയാക്കിയായിരുന്നു. ഇത് ഭയങ്കര വലിയ തുകയാണ്, ഇത്ര അത്രയും ചോദിച്ചിട്ട് പോലും ഇത്രയും കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ചോദിക്കാനാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വയനാട് പുനരധിവാസം ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ ടോക്ക്. പക്ഷെ ഇപ്പൊ അത് ചെയ്ത് വരുമ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും സഹായങ്ങളൊക്കെ കിട്ടാണ്ടാകുമ്പോ ഇപ്പൊ അത് ഇന്റർനാഷണൽ വളരെ ലോക്കൽ ലെവലിലേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമോ എന്നാണ് ഒരു ഭയം. അങ്ങനെയാണെങ്കിൽ എന്ത് സുരക്ഷ? ഇനിയൊരു പ്രളയോ എന്തെങ്കിലും കൊണ്ട് എന്ത് സുരക്ഷ? 1,80,000 രൂപയ്ക്ക് ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഫെസിലിറ്റി ആയിരിക്കും ഉണ്ടായി? ആലോചിച്ചോക്കണം. മുമ്പ് 1,30,000 വരുന്നത്. അപ്പൊ വികസനം ഉണ്ട് കേട്ടോ, കൂടിയിട്ടുണ്ട്. അയ്യോ, 50,000 രൂപ കൂടി അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മറ്റേ സർക്കാരിന്റെ ഒക്കെ വീടിന്റെ പദ്ധതികളുണ്ട്. ഇപ്പൊ ഹൈബീഡിന്റെയും അതുപോലുള്ള പേഴ്സണൽ പദ്ധതികൾ. ഉമ്മൻചാണ്ടി സാറൊക്കെ ഇപ്പൊ വീട് പണിത് കൊടുക്കുന്നതൊക്കെ 1.5 ലക്ഷം ചോദിക്കുന്നല്ല. കണക്കുകൾ അവരവരുടെ മാന്യത കൊണ്ട് പുറത്തുവിടുന്നില്ല. പക്ഷെ നല്ല നല്ല വീടുകളാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നിരവധി ഈ പള്ളികള്, അമ്പലങ്ങൾ, അങ്ങനെയുള്ള ട്രസ്റ്റുകൾ നിരവധി വീടുകൾ ന്യൂസ് ഉണ്ട്. അതിനകത്ത് ഒരു വീട് 5 കോടി രൂപയ്ക്കാണ് 10 വീട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ 5 കോടി രൂപയ്ക്ക് 10 വീട് എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാ? ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഒരു വീടിന് ശ്രമിച്ചു കാണത്തില്ല. തീർച്ചയായിട്ടും. അതെ അതെ. അപ്പോ സ്ഥലത്തിനുള്ള പൈസ കൂട്ടിയിട്ടില്ല. പലരും സ്ഥലം നൽകാമെന്ന് പറഞ്ഞു. സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയൂ. മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് പറ്റില്ലെങ്കിൽ പറയണം അല്ലേ? ഈ 1,80,000 രൂപയ്ക്ക് വീട് പണിതേക്കാളും ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. അത് തന്നെ, തീർച്ചയായിട്ടും മലയാളികളെ ഏൽപ്പിക്കുന്നതാ. കാരണം എത്രയോ കാര്യങ്ങൾ ഇപ്പോഴും വയനാട്ടിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. സഹായിച്ച ഇപ്പോഴും ധാന്യങ്ങള്, വസ്ത്രങ്ങള്, എന്തോരം കാര്യങ്ങളാ. അത് ചുമ്മാ ചിലരൊക്കെ ചുമ്മാ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ട് അത് ഡംപ് ചെയ്യാൻ വേണ്ടി വേറെ എക്സ്ട്രാ ചെലവ് വരേണ്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും. ചിലർ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന മലയാളികൾ അതെല്ലാം ഒന്ന് നേരെയാക്കാൻ വേണ്ടി കണ്ടെത്തുന്നു. അതെ അതെ അതെ. അപ്പോൾ ദയവ് ചെയ്ത്
സംസ്ഥാന സർക്കാർ എപ്പോഴും കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം എപ്പോഴും സംസ്ഥാനത്തിന് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നേക്കാൾ നല്ലത് പ്രക്ഷോഭങ്ങൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന പോലെ പ്രക്ഷോഭങ്ങൾ. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പൊക്കി പറയുന്നല്ല, പ്രതികരിക്കുക. മിണ്ടായിരുന്നു ചിലരൊക്കെ തലയിൽ കയറി നിൽക്കും. അതിന്റെ ആവശ്യമില്ല. നമ്മളത് ഇപ്പൊ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത് വ്യക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതായ ഒരു നടപടി അദ്ദേഹം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഏത് കാര്യത്തിലാണ്? പെൻഷൻ തട്ടിപ്പ് പലിശ സഹിതം തിരിച്ചു പിടിച്ചിരിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. ചെയ്തിരിക്കും. അത് നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ അത് മേടിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ കീഴിൽ തന്നെയുള്ള ആൾക്കാരാണല്ലോ. അടിയന്തര ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കേരള കൗമുദി പറയുന്നത് അവരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് എന്നാണ്. ആയിക്കോട്ടെ, ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ, സന്തോഷം. ക്രിമിനൽ കേസ് ഇല്ലാത്തതിനാൽ വ്യാജരേഖ ചമയ്ക്കൽ ഒഴിവാകും. ഓക്കെ. പാവങ്ങൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർവീസിലുള്ളവർ തട്ടിയെടുത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും വാങ്ങിയ പണം പലിശ സഹിതം തിരിച്ചു ഈടാക്കാനും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി. അതായത് 1600 രൂപയാണ് മാസാമാസം ഈ പാവങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ. അതിൽ നിന്ന് വയോധികർക്കുള്ളതും അങ്ങനെ പല പെൻഷനുകളുണ്ട്. 1600 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. 1600 രൂപ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടക്കം കൈപ്പറ്റുന്നു, കോളേജ് അധ്യാപകരടക്കം കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോ ഇത് കിട്ടിയിട്ട് വേണം വേറെ 1 ലക്ഷം രൂപ ശമ്പളമുള്ളവന്മാരെ ആളെ പറ്റി ജീവിക്കുക. ഇനി ഇത് പലിശയായിട്ട് കൊടുക്കണം. അതൊക്കെ കിട്ടട്ടെ. 1500 പേരുള്ള എന്താണ് ഇങ്ങനെ മേടിക്കുന്നത് ഒരു ഉളുപ്പില്ലാതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകി കൊടുക്കുകയും ചെയ്യും. അതെ, തീർച്ചയായും. ഇപ്പോഴും 4 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. കുറെ നാൾ മുമ്പ്, അതായത് ഇലക്ഷനൊക്കെ മുമ്പ് എന്താണ് ഭയങ്കരമായിട്ട് ലാഗായിരുന്നു. 6 മാസം 7 മാസം ഒക്കെ ആയിരുന്നു ആൾക്കാർക്ക് ലാഭം. പിന്നെ ആ ഒരു പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്ത് പരിപാടി അറിയാമോ അല്ലെ, എങ്ങനെ എപ്പോ കൊടുക്കണമെന്ന് ഞങ്ങളുടെ സർക്കാരിന് അറിയാം. അതെ അതെ. അതുകൊണ്ട് ക്രിമിനൽ കേസ് എന്തായാലും എടുക്കുന്നില്ല. പക്ഷെ പലിശ ചേർത്ത് തിരിച്ചു പിടിക്കുന്ന പറഞ്ഞത്. അപ്പൊ എന്തായാലും സർക്കാരിന്റെ ഖജനാവിലോട്ടും കുറച്ച് പണം ഇതോടുകൂടി വരുന്നതായിരിക്കും. അതേസമയം തന്നെ ശമ്പളം കൊടുക്കാൻ പണമില്ല. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള കലാമണ്ഡലം ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്ത അല്ല, അധ്യാപകരെ ജീവനക്കാരെ ഉൾപ്പെടെ 128 വരെ പിരിച്ചുവിട്ടു ഒറ്റടിക്ക്. ഇന്നലെ വന്ന് പറഞ്ഞു ആ പൊക്കം. അപ്പൊ ഇത് കേൾക്കുന്ന അധ്യാപകരും ഈ പറയുന്ന പെൻഷൻ മേടിച്ചു ഞങ്ങളെ മനസ്സിലാക്കണം. ശമ്പളം കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് 128 വരെ പിരിച്ചുവിട്ടു. എന്തൊരു കഷ്ടമായിരിക്കും. അത്ര നാളെ അവരുടെ ജോലി എടുത്ത് ഇന്നലെ വന്നിട്ട് പറഞ്ഞു നാളെ തൊട്ട് വരണ്ടെന്ന്. ശമ്പളം നിങ്ങൾക്ക് വരെ ശമ്പളം ഇല്ല എങ്ങനെ ഇരുന്നു. തീർച്ചയായിട്ടും അത് വളരെ ദാരുണമായ സംഭവം. പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ പിന്നെ പ്രതീക്ഷിക്കാം, എക്സ്പെക്ടഡ് ആണ്. പക്ഷെ ഈ ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതൊരു കലയ്ക്ക് വേണ്ടി കേരളം എന്ന് പറയുന്നത് ഈ കലയുടെ ഒരു തനിമയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് കലാമണ്ഡലമൊക്കെ ക്ഷയിച്ചു പോകുന്ന സിറ്റുവേഷനിലോട്ടാണെന്നുള്ളതൊക്കെ സർക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതെ, നമ്മുടെ സാംസ്കാരികതയുടെ കൂടെ ഭാഗമാണ് കേരള കലാമണ്ഡലം. ഇപ്പൊ നമ്മുടെ കോട്ടയത്ത് തന്നെ ഒരുപാട് ഇതുപോലുള്ള അച്ചടി കേന്ദ്രങ്ങളും ഒരുപാട് കാരണം കേരളത്തിൽ തന്നെ ആദ്യമാണ് അതൊക്കെ അല്ലെ. കോട്ടയത്തുള്ള പല കാര്യങ്ങളും കേരളത്തിലെ സർവകലാശാലയുടെ പോലും ഇന്നലെ മുടിവെട്ടാൻ പോയപ്പോ ചേട്ടൻ പറഞ്ഞത് തരിക. കാരണം സർവകലാശാലയുടെ ഒരു ഗാംഭീര്യം പോലും ആദ്യം ഉണ്ടായത് കോട്ടയത്താണെന്നാ പറയുന്നത്. നമുക്ക് MG സർവകലാശാല ഇതൊക്കെ രാജ്യത്തെ ആദ്യത്തേതാണ് അല്ലെ. CMS കോളേജ് ആദ്യത്തെ കോളേജ്. അത് എത്ര കലാകാരന്മാരും രാഷ്ട്രീയക്കാരും പഠിച്ചത്. എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്നത് CMS കോളേജാണ്. തീർച്ചയായിട്ടും അറിവ് നഗരം. ഇവിടെ ഉള്ള ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം ഇവിടെ മിഷണറീസ് ഒക്കെ വന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പൈതൃകങ്ങൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്, കലാമണ്ഡലമൊക്കെ പോലെ തന്നെ. അപ്പൊ നമ്മുടെ പൈതൃകങ്ങളാണ് ഇതൊക്കെ നമ്മളെ ഒരു നല്ല സംസ്കാരത്തിലേക്ക് എത്തിച്ച കാര്യങ്ങൾ. കേരളം നിലനിർത്തുന്നതിന്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയാണ് നിലനിർത്തേണ്ടത് അല്ലേ. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട്. നമ്മളിപ്പോ പബ്ബുകളും ഹബ്ബുകളും ഒക്കെ വേണമെന്നല്ല, പക്ഷെ ഇതുപോലുള്ള പൈതൃകങ്ങൾ നിലനിർത്തിക്കൊണ്ട്, കാരണം ഒരു ടൂറിസത്തിന്റെ ഭാഗമൊക്കെ. തീർച്ചയായിട്ടും ഇപ്പൊ അത് ടൂറിസത്തിന്റെ ഭാഗമാണ് കേരള കലാമണ്ഡലം. എത്ര പേരാണ് കേരള കലാമണ്ഡലത്തിൽ വന്ന് വിദേശികളെ കാണുന്നത്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനാ. ടൂറിസം വകുപ്പുണ്ട്, വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരെല്ലാം വെറും നോക്കൂത്തികളായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ 128 വരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു. അപ്പൊ ഇനി അവിടെ ആരാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. 128 പേര് സാലറി ഇല്ലാത്തതുകൊണ്ട് ഇതിലൊക്കെ ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കണം. നമുക്ക് KSRTC അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം KSRTC പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അറിയില്ല, ചെറുതായിട്ടൊക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കുക. എല്ലാ ജില്ലകളിലും
പൈതൃകങ്ങളുണ്ട്. അതെല്ലാം ഒരു ഹെറിറ്റേജ് ആണ്. നമ്മൾ അതൊക്കെ സംരക്ഷിച്ച് നിർത്തുക. നമുക്ക് അത് മറ്റുള്ള തലമുറയ്ക്ക്, ഇനി വരുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ. ഫോട്ടോ കാണിച്ച് ഇതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. തീർച്ചയായിട്ടും നമ്മളുള്ള ആസ്വാദനം, വിദ്യാഭ്യാസം, ഇതിനൊക്കെ സ്വാധീനിച്ച കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറഞ്ഞു വരിക. അപ്പൊ സംരക്ഷിച്ച് നിർത്തേണ്ട പൈതൃകങ്ങളെ സംരക്ഷിച്ച് നിർത്തുക. എത്രയും പെട്ടെന്ന് അത്രയും ആൾക്കാർക്ക് ജോലി തിരിച്ചു കിട്ടട്ടെ. തീർച്ചയായും 128 ഇസ്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇതുപോലെ നിസ്സഹായരായി പോകുന്ന ഒരു കൂട്ടം അധ്യാപകരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് എന്ന് അറിയുമ്പോൾ വളരെ ഖേദകരമായ കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നാട് വിട്ട് വിദേശത്തേക്ക് പോകണമെന്ന് പറയുന്നവരിൽ തെറ്റില്ല എന്ന് ചിന്തിച്ചാലും വലിയ തെറ്റില്ല. എല്ലാരും പുറത്തു പോയി ഇത് സംരക്ഷിക്കാൻ നമ്മളെ പോലെ ആൾക്കാരും വേണ്ടേ? തീർച്ചയായിട്ടും കുറച്ച് പൊളിറ്റീഷ്യൻസ് ഇനി വന്ന് ഇവിടെ ശരിയാക്കാനുണ്ട്. അതെ, തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം നമ്മളിപ്പോ പൊട്ടിത്തെറികളുടെ കാര്യം പറഞ്ഞപ്പോഴേ CPM-ലും വൻ പൊട്ടിത്തെറി, BJP-യിൽ ഇപ്പൊ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞുള്ളൂ. പൊട്ടിത്തെറിക്കും. BJP കഴിഞ്ഞ് CPM. ഇത് തൃശ്ശൂർ പോലും ഇത്രയൊക്കെ വെടിപ്പൊട്ടാ. അതെ 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 അതെ. CPM-ലെ ചേരിപ്പോരും വിഭാഗീയതയും മുമ്പൊന്നുമില്ലാത്ത വിധം ശക്തമായിരിക്കുകയാണ്. പലയിടങ്ങളിലും പാർട്ടി വൻ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരിടങ്ങളിലല്ല, പലയിടങ്ങളിൽ. അതെ, കരുനാഗപ്പള്ളിയിൽ നേതൃത്വത്തിനെതിരെ പ്ലക്കാർഡുകൾ ഉയരുകയും അവരെ പൂട്ടിയിടുകയും ചെയ്ത സാഹചര്യത്തിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. അതായത് സ്വന്തം പാർട്ടിക്കെതിരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്ലക്കാർഡ് ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു CPM-ൽ ഇങ്ങനെ ഒരു അടച്ചൊക്കെ ഇട്ടു ചില അതിന്റെ തുടർച്ചയാണല്ലോ. തീർച്ചയായിട്ടും. അതെ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി കലുഷിത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്ഥലത്ത് തന്നെ ഇങ്ങനത്തെ യുദ്ധം എന്നോ തന്നെ പകുതി ഇത് എപ്പോഴും ഈ വോട്ടിങ്ങിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളാണ്. എപ്പോഴും നമ്മുടെ ഈ ഏരിയകൾ, നമ്മുടെ ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു പാർട്ടിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ തന്നെ CPM-ന്റെ അടി പതറിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് മുകളിലത്തെ ഇപ്പൊ പോളിറ്റ് ബ്യൂറോ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ലോക്കൽ ഏരിയ കമ്മിറ്റീസിലും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അല്ലെ? എന്താണ് അതിന് കൂടുതൽ വാർത്ത? ആലപ്പുഴയിലാണല്ലേ കൂടുതൽ? കരുനാഗപ്പള്ളി, ആലപ്പുഴയിൽ വിഭാഗീയത തെരുവിലേക്കും പരസ്യ പ്രതിഷേധത്തിലേക്കും നീങ്ങിയതോടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. വിഭാഗീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വേർതിരിവുകള് ഓൾറെഡി പാർട്ടിക്കകത്ത് ഇങ്ങനത്തെ വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ അത് പുറത്തേക്കെത്തി. അതായത് നാട്ടുകാർ അറിയാൻ തുടങ്ങിയപ്പോ ഇവർക്ക് ഇച്ചിരി കൂടെ പ്രശ്നം രൂക്ഷമായി. ആ ഒരു സാഹചര്യത്തിൽ അപമാനം വന്നൊരു സാഹചര്യം വന്നപ്പോ അതെ തല്ലായി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെയാണല്ലോ LDF, CPM അങ്ങനെ നിരവധിയായിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. രണ്ട് പാർട്ടിക്ക്, എല്ലാ പാർട്ടിക്കും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇവർക്ക് തുടർന്ന് വരുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനാകില്ല. വേർതിരിവിന്റെ ഒക്കെ ഹൈ ലെവലിലൊക്കെ എത്തി. അതോടുകൂടി അതായത് BJP-യിൽ പൊട്ടിത്തെറി ഉണ്ടെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ജന്മഭൂമി CPM-ൽ പൊട്ടിത്തെറി എന്നുള്ള അടുത്ത രണ്ടുപേരും നല്ല ബാലൻസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ. പക്ഷെ ഇതിനിടയിൽ CPM-ൽ സംഭവിച്ച ഒരു ഗുരുതരമായ വീഴ്ചയോ പ്രശ്നമോ ആയിട്ടൊക്കെ കാണാവുന്ന ഒരു കാര്യം, CPM നേതാവ് ബിപിൻ സി ബാബു BJP-ൽ നന്നായി CPM-ൽ നിന്ന് BJP-ലേക്ക്. ഇത് കൊള്ളാം, നല്ല സൈക്കിൾ കളിക്കുന്നത്. BJP-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നത്. CPM-ൽ നിന്ന് BJP-ലേക്ക് ഗുരുതരമായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സത്യമാണ്. അത് എത്ര മോശം, അല്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണത്. അതായത് CPM-ന്റെ ആദർശത്തോട് ഒരു ബന്ധമില്ല BJP-യുടെ ആദർശം. അപ്പൊ ഇവര് അപ്പൊ കണ്ട CPM BJP എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൽ ഒരർത്ഥമില്ലേ? CJP എന്ന് പറഞ്ഞ കളിയാക്കിയിരുന്നു ഷാഫി പറമ്പില്. അപ്പൊ അതിനൊരു അർത്ഥം ഉണ്ടോ? കളിയാക്കുന്ന കാര്യം നോക്കുകയാണെങ്കിലേ എല്ലാത്തിനും കിട്ടുന്നുണ്ട് ഇപ്പൊ. കാരണം ഇന്നലെ UDF-ന് മറ്റേ പത്മജ പറയുന്ന കേട്ടോ, ഞാനും പറഞ്ഞതല്ല കേട്ടോ, അല്ല അത് പത്മജ പറഞ്ഞ പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിപ്പോ CJP എന്ന് പറഞ്ഞ ഷാഫി പറമ്പില. കാരണം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നാളത്തെ BJP എന്നൊരു ട്രെൻഡ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ്. പക്ഷെ അവരെ തള്ളിക്കളയാറുണ്ട്. പക്ഷെ ഇതാ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. എന്താണ് ആലപ്പുഴയിലെ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ജനപ്രതിനിധിയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്ഗിയിൽ നിന്നും ബിപിൻ അംഗത്വം സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് BJP സംഘടന പർവത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സാന്നിധ്യത്തിൽ പാർട്ടി ചേർന്നത്. തീർച്ചയായിട്ടും പർവ്വതം എന്ന് പറയുന്ന സ്ഥലമാണോ?
ആയിരിക്കാം. പർവ്വത്തിൽ നിന്നാണ്. പർവ്വത്തിലാണ്. അതെ ആയിരിക്കാം ചിലപ്പോ. പാട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ. എന്തായാലും ബിപിൻ സി ബാബു BJP കയറി. ആലോചിക്കണം, നമ്മുടെ സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് CPM തെരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദർശം ഒരിക്കലും CPM-ന് അനുകൂലമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒരിക്കലും മാച്ച് ആവില്ല, CPM-ലോട് ഒരിക്കലും പോകാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആദർശം വയസ്സ്. കാരണം BJP-യിൽ നിന്ന് ഇനി CPM-ലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേരിയേഷനാണ്. പക്ഷെ കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, ഒരു മതേതരത്വമൊക്കെ സംരക്ഷിച്ച് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഭൂമികയാണെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതുകൊണ്ട് ഏതും അവിടെ ബ്ലെൻഡ് ആവും. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഏകീകൃതമായ പല മതങ്ങൾ ഉള്ള ഒരു മതേതരത്വ രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റുള്ള ആർക്കും ഏറ്റവും സ്വാഗതം കോൺഗ്രസിലേക്കാണ് എന്ന് സന്ദീപ് വാര്യർ തന്നെ വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്ന് പറഞ്ഞാൽ തീവ്രമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൊക്കെ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നതാണ്. മറ്റൊന്ന് തീവ്രമായ ഒരു മതം വർഗീയമായ രീതിയിൽ പോകുന്നു എന്നുള്ള ചീത്തപ്പേരുള്ള ഒരു സെക്ടറാണ്. അപ്പൊ ഈ രണ്ട് സെക്ടറിലേക്കും ഒരു മതേതരത്വ വികാരമുള്ള ഒരാൾക്ക് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടാണെന്നാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് CPM-ൽ പ്രവർത്തിച്ചിരുന്ന ഒരാള് BJP-യിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതമായിട്ട് ഇപ്പൊ പറയാൻ തോന്നുന്നില്ല. അതേസമയം ഇത് SFI ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, DYFI സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അയ്യോ, ഇത്രയും ആദർശവാനായ വ്യക്തി BJP-യിലേക്ക് പോകുക. പ്രത്യക്ഷത്തിലുള്ള ശത്രുവാണ് BJP. അതെ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ SFIയുടെ വലിയ ആളായിരുന്നു. SFIയുടെ വലിയ ആളായിരുന്നു. എന്താ ആദർശമാണ് അപ്പൊ നിങ്ങൾ SFIയിൽ നിന്ന് പഠിച്ചത്? SFIയുടെ വലിയൊരാൾ ഇങ്ങനെ പോകും. പിന്നെ സുരേഷ് ഗോപി ഞാൻ പറയുന്നില്ല, പിന്നെ SFI ആയിരുന്നു എന്ന് ഇടക്കിടക്ക് പറയാറുണ്ട് പുള്ളിക്കാരൻ. നിരവധി ആളുകളുണ്ട് കേട്ടോ. ഈ സന്ദീപ് വാര്യർ അടക്കം ഇപ്പം SFIയിൽ നിന്നാണ് തുടങ്ങി വെച്ചത്. പക്ഷേ SFIയിൽ നിന്ന് അത്ര ആദർശം ഉൾക്കൊണ്ടിട്ട് BJP-യിലേക്ക് പോവുക. സുരേഷ് ഗോപി ഉണ്ട്. സുരേഷ് ഗോപി പറയാറുണ്ട്, പണ്ട് ഞാൻ SFIക്ക് കൂടെ പിടിച്ചിട്ടുള്ളതാ, പണ്ട് കോളേജിലെ SFI ഞാൻ ചോദിച്ചു നോക്കുന്നൊക്കെ പറയാറുണ്ട്. അത് ഞാൻ കോൺഗ്രസ് ആയി, അത് ഞാൻ BJP ആയി എന്നൊക്കെ പറയാറുണ്ട്. ആം ആദ്മി പാർട്ടി എടുത്തോളൂ അല്ലേ? അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ ആദർശങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെ കാണിക്കണേക്കാൾ നല്ലതാണ് ഇത്. ശരി, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ BJP-യിലേക്ക് പറയട്ടെ, സന്തോഷം, ആ പാട്ട് രക്ഷപ്പെടട്ടെ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറച്ചും കൂടി സ്വന്തം പാർട്ടി പുതുകാലം വിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ. പോട്ടെ, ഒക്കെ എന്തായാലും പോട്ടെ. അപ്പൊ ഓരോരോ പാർട്ടിയിൽ അവർ ആ പാർട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വരട്ടെ. അപ്പൊ ആ പാർട്ടിയും വളരുള്ളൂ, ഏത് പാർട്ടി ആണെങ്കിലും. അപ്പൊ എന്തായാലും നമ്മള് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ? പുള്ളിയാണല്ലോ മെയിൻ. കേജ്രിവാളിന് നേരെ ആക്രമണം പിന്നിൽ BJP എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ന്യൂഡൽഹി സംസ്ഥാനത്ത് പദയാത്ര നടത്തുന്ന മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ ആക്രമണം. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുകയാണ്. അശോക് ദാ എന്നയാളാണ് ആക്രമണം നടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തെക്കൻ ഡൽഹിയിലെ മാളവ്യ നഗറിലൂടെ പ്രവർത്തകർക്കൊപ്പം നടന്നു വരുന്നതിനിടയിലായിരുന്നു സംഭവം. അശോകിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുമാറ്റി. ആം ആദ്മി പ്രവർത്തകർ ഇയാളെ മർദ്ദിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ക്രമസമാധാനം താറുമാറിലാണെന്നും കേന്ദ്ര സർക്കാരോ ആഭ്യന്തരമന്ത്രിയോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആം ആദ്മി നേതാവ് സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു. മുൻ മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയില്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്നും ആം ആദ്മി പാർട്ടി എക്സില് കുറിച്ചു. ശരിയാണ്, മുൻ മുഖ്യമന്ത്രി പോലും വഴിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആക്രമണം വരുവാണെങ്കിൽ അതൊരു പൗരനിൽ നിന്നോ മറ്റോ ആക്രമണം, ഒരു വ്യക്തിയിൽ നിന്നൊക്കെ ആക്രമണം വരുവാണ്, പിന്നെ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ അല്ലേ? അപ്പൊ അതൊരു വധശ്രമം പോലെ ആയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അങ്ങുള്ള ആഭ്യന്തരം രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഡൽഹി. അപ്പൊ അതിനുള്ള ഒരു പ്രശ്നപരിഹാരം ആം ആദ്മി പാർട്ടി തേടുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും അവർ തിരിച്ച് അതിന് ഒരു മറുപടിയോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഡൽഹി ഒരു കലുഷിതമായ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുലുഷിതം അല്ലല്ല, ഇത് കലുഷിതമായ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിപ്പൂർ ആവാതിരിക്കട്ടെ ദൈവമേ. അല്ലേ? വിശ്വസിക്കാം. തീർച്ചയായിട്ടും. അടുത്തത് ഇനി കോട്ടയം പാവയ്ക്ക കൃഷിക്ക് ഒരു ഭീഷണി വരികയാണ്. എന്തുപറ്റി? ചുമ്മാ ട്രോൾ ചെയ്താ ആകാശപാതയുണ്ട് കോട്ടയത്ത്. കുറെ നാളെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആകാശപാത നിർമ്മിക്കണമെന്ന് വിചാരിച്ച് കമ്പികൾ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ അതിനെ ട്രോൾ എടുക്കുന്നതാണ് കോട്ടയത്ത് ഇത് പാവയ്ക്ക കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് കമ്പി വെച്ചേക്കുന്നത്. അത് കളിയാക്കുന്നതാണ്. കളിയാക്കുന്നതാണല്ലേ? അതെ. അപ്പൊ
ആ ആകാശപാതയ്ക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. അത് ഉടനെ പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെടുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം 10 വർഷത്തിലേറെയായി ആ ഒരു സാധനം അവിടെ ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് കോടിക്കണക്കിന്റെ കമ്പികൾ നിരത്തി വെച്ചൊരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഒരു ഉപകാരം ഉണ്ടാകാതെ. എന്നാൽ അത് പൊളിച്ചു നീക്കുക അതുമില്ല. ഈ ചാണ്ടി ഉമ്മ വന്ന സമയത്ത് അച്ഛന്റെ ആഗ്രഹമാണ് അത് ഉടനെ പുനഃപ്രവർത്തിപ്പിക്കും അല്ലെങ്കിൽ പുനർനിർമ്മിക്കും എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ അതിന് ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു. അതൊരു നമുക്ക് പോയാൽ തന്നെ നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ബലക്ഷയം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ജീവനെ ബാധിക്കുന്ന സംഭവമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു കമ്പി വീണാൽ പോലും ആളുകളെ ദൂരം തിരക്കുള്ള സ്ഥലമാണ്. അയ്യോ ഇവിടെ മുഴുവൻ ബ്ലോക്ക് എല്ലാവരും ഇത് പോരാതെ തുരുമ്പും പിടിച്ചു. എല്ലാ കമ്പിയും പിടിച്ചു. അതെത്ര നാളെ തുരുമ്പ് പിടിച്ചിട്ട് എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു സംഭവം പോലെ അതിങ്ങനെ കിടക്കുന്ന സ്മാരകം. ഇത് ഞാനല്ല കേട്ടോ പാവയ്ക്ക ട്രോൾ ചെയ്ത്. ഇത് കുറെ നാളായിട്ട് ട്രോളായത്. പണ്ട് മുതലേ ട്രോളാ. മനസ്സിലാവുന്നുണ്ടോ? പാവയ്ക്ക മാത്രല്ല പല ട്രോളുകളുണ്ട്. പാവയ്ക്ക കൃഷി മാത്രമല്ല പലതും നടത്തും. ഇതിപ്പോ കോട്ടയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നല്ല മീനുച്ചിലാറിന്റെ പാലമൊക്കെ കാണിച്ചത് കോട്ടയമാണെന്ന് കാണിക്കുന്നത്. ഇതിപ്പോ ഈ ഫോട്ടോ എല്ലാവരും ഫോട്ടോ കാണിച്ചാൽ മതി. കോട്ടയം. ഇത് കോട്ടയം. അത് മേടിച്ചങ്ങ് തരുവല്ല. കോട്ടയംകാരൊക്കെ എല്ലാവരും ഒത്തു നിൽക്കാണ്. ഇത് ഒന്നെങ്കിൽ മാറ്റണം ഇല്ലെങ്കിൽ ഇത് പുനർനിർമ്മിക്കണം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. എന്തിനാണ് ഇത് നിലനിർത്തുന്നത്? ഇങ്ങനെ ഒരു ഇന്റൻഷൻ വേണ്ടേ? എന്തിന്? വൈ? എന്തിനാണ് ഇത് നിങ്ങൾ നിലനിർത്തുന്നത്? എന്നൊരു കാരണം അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്തിനത് മനസ്സിലാകുന്നത്? ഒന്നെങ്കിൽ ഇത് പൊളിച്ചു മാറ്റി കളയുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ അത് പണിത് തീർക്കുക. ഇത് രണ്ടും ചെയ്യാതെ ഇങ്ങനെ ജനജീവിതം ഒരുമാതിരി ഭയങ്കരമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകണത്. കാരണം ഒട്ടും സുരക്ഷിതരല്ല അതിലൂടെ പോകുമ്പോ. എപ്പൊ കമ്പി വീണെന്ന് പറയാൻ പറ്റില്ല. ഇനി കമ്പി വീണ് ആയിരിക്കും പറ്റിയിട്ടാണോ അവിടെ പൊളിക്കാൻ പോണത്? ന്യൂസ് ആവത്തുള്ളൂ. ഇതിപ്പോ തന്നെ ന്യൂസ് ആയത് ഒരു സമാധാനം. വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട് പൊളിച്ചു നീക്കണമെന്ന്. നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് MIT, ചെന്നൈയിലെ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധന റിപ്പോർട്ട് പരിശോധിച്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് സർക്കാരല്ല, സ്റ്റുഡൻസും അങ്ങനത്തെ വലിയ വലിയ അതോറിറ്റീസുമാണ് ഇത് റിസർച്ച് നടത്തി റിപ്പോർട്ട് നടത്തിയിരിക്കുന്നത്. കോട്ടയത്തിന് ആരാണ്? തോമസ് ചാണ്ടി അല്ലേ? തോമസ് ചാണ്ടിയാണ് MP. അതെ, തോമസ് ചാണ്ടിയാണ് തോന്നുന്നത്. ഫ്രാൻസിസ് ജോർജ് അല്ല, സോറി, മാറിപ്പോയി. സോറി, എന്നോട് ക്ഷമിക്കൂ. ഫ്രാൻസിസ് ജോർജ് ആണ്. തോമസ് ചാഴിക്കാടനാണോ ഉദ്ദേശിച്ചത്? തോമസ് അല്ല, ചാഴിക്കാടനൊക്കെ പൊട്ടി. ഫ്രാൻസിസ് ജോർജ്. തോമസ് ചാണ്ടി ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയില്ലെന്നോട് തോമസ് ചാണ്ടി അല്ലല്ല, അതിൽ അങ്ങനെ ഒരു സംഭവം കേട്ടോ. ചാണ്ടിയും ഉമ്മൻചാണ്ടി, തോമസ് ചാഴിക്കാടൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പൊട്ടത്തല പറഞ്ഞത്, ക്ഷമിക്കണേ. തോമസ് ചാണ്ടി ഇല്ല, ചാഴിക്കാടനുണ്ട്. MP ഫ്രാൻസിസ് ജോർജ് ആണ്. ഫ്രാൻസിസ് ജോർജ് ഒരു കോൺഗ്രസ് ആയതുകൊണ്ടാണോ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിനൊരു ഇത് പുച്ഛം? അപ്പൊ എന്തായാലും അത് അല്ല. അപ്പൊ ഏറ്റവും ഒരു മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിയല്ല, മന്ത്രിയുണ്ട്. ഞങ്ങളുടെ വാസുദേവൻ മന്ത്രിയുണ്ട്. അതെ അതെ, മന്ത്രിക്കെങ്കിലും ഒരു നടപടി സ്വീകരിക്കാം. മന്ത്രിയുണ്ട്. തൊട്ടടുത്ത ഏറ്റവും ഒരു മന്ത്രി, കോട്ടയത്ത് നിന്നുള്ള ആകെയുള്ള മന്ത്രിയാ. ആ മന്ത്രി പോലും ഇത് മൗനം പാലിക്കുന്നു. അത് വളരെ ഗുരുതരമാണ്. അതെ. അപ്പൊ ഇത് ഞങ്ങൾ ഇത്തിരി തമാശത്തിലായപ്പോഴെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് നന്നാക്കുക, ഇല്ലെങ്കിൽ പൊളിച്ചു മാറ്റുക, കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. ഫ്രാൻസിസ് ജോർജോ അല്ലെങ്കിൽ അവിടുത്തെ MLA നമ്മുടെ MLA ആണ് അല്ല, കോട്ടയത്തെ അത് അല്ലല്ല, അത് വിവിധ സ്ഥലങ്ങളില്ല. കോട്ടയം സെൻട്രൽ എനിക്ക് കറക്റ്റ് അറിയില്ല. കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് MLA ഇല്ലല്ലോ. കോട്ടയം എന്ന് പറയുന്നത് ഇങ്ങനെ പല പല സ്ഥലങ്ങളാണല്ലോ. ആ പർട്ടിക്കുലർ സ്പേസ് അതാണ് എനിക്കും ഐഡിയ ഇല്ല. ഇങ്ങനൊന്നും പറയല്ല കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിക്കും. തൊട്ടടുത്ത് ഏറ്റുമാനൂരുള്ളത് നമ്മുടെ വാസുദേവൻ സാറ്. അപ്പുറമുള്ള കാഞ്ഞിരപ്പള്ളിയിലല്ലോ, മണ്ണർകാടൊക്കെ ഉള്ളത് ചാണ്ടി ഉമ്മൻ. അയ്മനത്തുള്ളത് തിരുവഞ്ചൂരുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ. ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. ആരാണ് അവിടുത്തെ MLA അടക്കം ഇതിനൊരു പരിഹാരം കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ പത്രമൊക്കെ വായിച്ച അറിവൊക്കെ നേടി വരുന്നത്. ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു അറിവില്ലായ്മയൊക്കെ ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ആള് കറക്റ്റ് ആരാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഞാൻ ഇച്ചിരി മാറിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. കോട്ടയം അവിടെ ഒത്തിരി മാറാണ് ഇവന്റെ വീട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് പരിഹരിക്കുക. പച്ചക്കറി കൃഷി എങ്കിലും തുടങ്ങും. 2 പാവയ്ക്കെങ്കിലും ഇട്. എന്നാണെങ്കിലും ട്രോൾ ചെയ്ത് 2 പാവയ്ക്കെങ്കിലും കയറ്റി വിടും. തീർച്ചയായിട്ടും. എന്നാൽ ജനങ്ങളുടെ ജീവിതം വെറുതെ നിങ്ങൾ ഇങ്ങനെ നരകതുല്യമാക്കരുത്. ഓക്കെ, ഇന്ന് ലോക എയ്ഡ്സ് ദിനം. തീർച്ചയായിട്ടും. 1-0 ലക്ഷ്യം കൈവരിക്കാൻ കേരളം.
ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് 2030 പുതിയ HIV അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങളെങ്കിലും കേരളം വളരെ നേരത്തെ ആ ലക്ഷ്യത്തിലെത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ 1-0 എന്ന ക്യാമ്പയിൻ നടന്നു വരികയാണ്. 2025 95 എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേരളം പ്രയത്നിക്കുന്നത്. അതെന്താണ് അങ്ങനെ 95 അറിയില്ല. പക്ഷെ അതെന്തോ ഒരു കോഡ് ഭാഷയാണ്. എന്തായാലും എന്തോ ഒരു വലിയ അർത്ഥം ഉണ്ട് അതിന്. അതെ. ഇതിൽ ആദ്യത്തെ 95 എന്നത് HIV ബാധിതരായവരിൽ 95% ആളുകളും അവരുടെ HIV രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു. അതെ, ആ കോഡ് ഡീകോഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ 95 എന്നുള്ളത് HIV ബാധിതരായവരിൽ 95% ആളുകളും അവരുടെ HIV രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ 95 എന്നത് അണുബാധിതരായി കണ്ടെത്തിയവരിൽ 95% ART ചികിത്സയ്ക്ക് വിധേയരാകുക എന്നതാണ്. ഇവരിലെ 95% ആളുകളിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് മൂന്നാമത്തെ 95 കൊണ്ട് ലക്ഷ്യമാകുന്നത്. അപ്പോൾ ഇതാണ് 95. 2024 കണക്ക് പ്രകാരം കേരളം രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം 76% വരെ കൈവരിച്ചു. HIV ബാധിതരായവരിൽ മുഴുവൻ പേരുടെയും രോഗബാധ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു. അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശമെന്നും ലോകത്താകമാനം 3.9 കോടി HIV ബാധിതർ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു. 2021 മാത്രം 13 ലക്ഷം ആളുകളിൽ പുതിയതായി രോഗബാധ കണ്ടെത്തി. ഇന്ത്യയിൽ 2021 കണക്ക് പ്രകാരം 25.44 ലക്ഷം ആളുകൾ HIV ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് HIV ദിനമായ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. HIV ടെസ്റ്റ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ നടക്കുന്നവരാണെങ്കിൽ ഇവൻ ഒരു പല്ല് എടുക്കണമെങ്കിൽ പോലും ഇത് ഈ ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഫുള്ള് HIV ടെസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് കേരളത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ ഒരു ഡാറ്റ പെട്ടെന്ന് തന്നെ കിട്ടും. HIV ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ മാത്രമല്ല, ആക്സിഡന്റ് നടന്നാൽ പോലും ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ചില കാര്യങ്ങൾ, ചില മെഡിസിൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഒക്കെ ഇവരുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത്ര പേർക്ക് ഇത് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ആരോഗ്യ മേഖല ഇവിടെ ഉള്ളത് തന്നെ നമുക്കൊരു വലിയ ആശ്വാസം. തീർച്ചയായും അല്ലെ, നമ്മുടെ ആരോഗ്യ മേഖല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം നമ്പർ ആരോഗ്യ മേഖലയാണെന്നുള്ളത് നമുക്ക് ഒരു അഭിമാനം നൽകുന്നുണ്ട്. എന്നാൽ പോലും ചില ആശുപത്രികളുടെ അവസ്ഥ ഇത്തിരി മോശമാണ്, ദയനീയമാണ്. പ്രൈവറ്റിനേക്കാളും രൂക്ഷമാണ് സർക്കാർ ആശുപത്രികളുടെ പ്രശ്നം. അത് വേണ്ട, അതൊരു വേറെ ടോപ്പിക്. നമ്മൾ പൊക്കി വെച്ചിട്ട് നമ്മൾ താഴോട്ടിടണ്ട. എന്തായാലും രാജ്യത്ത് ഗവൺമെന്റ് സെക്ടറിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് കേരളം തന്നെയാണ് എന്ന് മന്ത്രി വീണ ജോർജിനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് അല്ലെ. ഓക്കെ, എന്നാ പിടിച്ചു. അടുത്തത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ. പതിവായിട്ട് നടപടിയെടുക്കാതെ അധികൃതർ. ദിവസങ്ങളായിട്ട് നമ്മുടെ ജേർണലിസ്റ്റ് മരിക എല്ലാ ദിവസവും ഇതുപോലത്തെ ന്യൂസ് ചെയ്യുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും പതിവായിട്ട് ഇങ്ങനെ പല പ്രശ്നം. ഇപ്പൊ ടൂറിന് ഈ മാസങ്ങളിൽ ടൂർ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ പുറത്തു പോകുന്ന പിള്ളേർ മുഴുവൻ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾക്ക് പല കൊടൈക്കനാലിൽ വെച്ച് ഫുഡ് പോയിസൺ അടിച്ചു. ഇപ്പൊ അടിമാലി വെച്ച് ഫുഡ് പോയിസൺ അടിച്ചു. പിന്നെ പല ഹോട്ടലുകളില് ചെക്കിങ് നടന്നപ്പോ ഏറ്റവും മോശമായ ഭക്ഷണം ഉണ്ടായി, സാഹചര്യം ഉണ്ടായി. അങ്ങനെ തുടർക്കഥയാണിത്. ഈ ഭക്ഷ്യവിഷബാധ ഒരു തുടർക്കഥയായ സാഹചര്യത്തിലും അതിനെതിരെ നടപടി സ്വീകരിക്കാതെ നമ്മുടെ അധികൃതർ വരികയാണ്. അപ്പോ വഴിയോര കച്ചവടങ്ങൾ, ഇതുപോലെ വഴിയോര ഹോട്ടലുകളൊക്കെ വിശ്വസനീയമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. വഴിയോരങ്ങളിലല്ലേ, 5 സ്റ്റാർ ഹോട്ടൽ അടക്കം വിശ്വസനീയമല്ല. ചെക്ക് ചെയ്യണം. അതെ, അത് ഒരിടവും വിശ്വാസമല്ല. ഏറ്റവും വൃത്തിയുള്ള സ്ഥലം നിങ്ങൾ ചെക്ക് ചെയ്യണേ. 5 സ്റ്റാർ ആണെങ്കിലും വഴിയോര കച്ചവടം ആണെങ്കിലും അവരുടെ സുരക്ഷിതത്വം, ഫുഡ് ഉണ്ടാക്കുന്ന രീതി, അവരുടെ ക്ലീനിങ് ആയിട്ടുള്ള രീതി, അവരുടെ ശുചിത്വം, ആ ഒരു കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് അസുഖമുണ്ടോ, അങ്ങനെ പടരുന്ന രീതിയിലുള്ള അസുഖമുണ്ട്. ചിലരുടെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ തുമ്മിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് വെച്ചിട്ട് തുടങ്ങി. അതൊക്കെ എന്ത് ലോജിക്കാണെന്നൊന്നും മനസ്സിലാവില്ല നമുക്ക്. ഹൈജീൻ അതും ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര മസ്റ്റ്. കാരണം നമ്മളൊരു വിശപ്പിന് മുതലെടുക്കരുത് അല്ലേ, പ്രത്യേകിച്ച് കുട്ടികളടക്കം. അത് ഈയിടയ്ക്ക് 2 മാസമായിട്ട് ടൂർ തന്നെയാണ്. നമ്മളെല്ലാ സ്കൂളുകളിലും ടൂർ പോകുന്ന സാഹചര്യത്തിൽ എല്ലാവരും പുറത്താണ് ഫുഡ് കഴിക്കുന്നത്. തീർച്ചയായും നമ്മൾ
എത്രത്തോളം ക്യാരി ചെയ്യാൻ പറ്റും അല്ലെ? അതെ, വിനോദസഞ്ചാരങ്ങളിലെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയ്ക്ക് പതിവാകുകയാണ് കേട്ടോ. അത് തന്നെയാണ് പതിവാകുന്നത്. അടിമാലി 2 ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികളാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അടൂരിൽ നിന്നും എത്തിയ ട്യൂഷൻ വിദ്യാർത്ഥികളിൽ 54 പേര് അടിമാലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയരായി. 54 പേരും വിധേയരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ചെമ്മനാട് പരവനാക്കളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് എത്തിയ 148 വിദ്യാർത്ഥികളിൽ അടങ്ങിയ സംഘത്തിൽ 24 പേർക്കും ഭക്ഷ്യവിഷബാധ. തുടരാനാണെങ്കിൽ ഇങ്ങനെ നിരവധിയുണ്ട്. നിരവധി കോട്ടയത്തെ ഹോസ്റ്റലുകളിൽ നിന്നും ഭക്ഷ്യവിഷബാധയെ തുടർന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ നിരവധിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനെല്ലാം കേട്ടിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നടപടി എടുക്കാതെ അധികൃതർ ഇപ്പോഴും മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? മറ്റേ എന്താണ് ടെസ്റ്റ് ചെയ്യണ ആൾക്കാരെ പറയണത്? ഫുഡ് കമ്മീഷൻ ആയിരിക്കും. ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ലേ? ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി, ഫയർ ആൻഡ് സേഫ്റ്റി, ഫുഡ് ആൻഡ് സേഫ്റ്റി. അപ്പോ ഇങ്ങനെയുള്ള സെക്ടറിലൊന്നും പ്രവർത്തകരില്ലേ? കുറച്ചു പേരെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എടുക്കൂ. അതെ, ശമ്പളം കൊടുക്കാൻ കാശില്ല. അതുകൊണ്ടാ. അയ്യോ, മൗനം പാലിക്കുന്ന അപകടകരമാണ്. ഇത് ഇപ്പൊ ഇങ്ങനെ പ്രതികരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടണം. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോ ഇവര് വന്നിട്ട് പറയും ഉടനെ മിന്നൽ പരിശോധന, മിന്നൽ 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 ഉണ്ടാക്കി. അയ്യോ, വെറുതെ ഞങ്ങളെ കോപിഷ്ടരാക്കരുത്. ഇതാണ് പത്രം വായിക്കാത്ത ജനങ്ങള്, യുവാക്കൾ. ഇതാണ് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നത്. ഒന്നിനും ഒരു പരിഹാരമില്ല, മൊത്തം പ്രശ്നം മാത്രം. പരിഹാരമില്ല, പ്രശ്നമുണ്ട്, പരിഹാരമില്ല. പ്രശ്ന പരിഹാരമാവണം രാഷ്ട്രീയം. അതായത് കോട്ടയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ച ഒരു നേഴ്സ് മരിച്ച വിഷയമൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാ അധികൃതരും കടുത്ത പരിശ്രമത്തിലൂടെ എല്ലാം പൂട്ടിക്കുകയും ചെയ്തു. കുറച്ചാണേ ഉള്ളത്. ഇപ്പൊ അടുത്തത് കണ്ടോ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, പ്രശ്ന പരിഹാരമാവണം രാഷ്ട്രീയം, അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനുള്ള മേഖലയല്ല രാഷ്ട്രീയം. എപ്പോ നോക്കിയാലും പ്രശ്നങ്ങള്, അടി, തമ്മിത്തല്ല്, പൊട്ടിത്തെറി, ഇത് മാത്രമാവരുത് രാഷ്ട്രീയം. പ്രശ്ന പരിഹാരമാണ് രാഷ്ട്രീയം. പ്രശ്ന പരിഹാരത്തിനാണ് നിങ്ങളെ ജനങ്ങള് എലക്ട് ചെയ്ത് ഇങ്ങനെ അയക്കുന്നത്. അയച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രീയ പരാജയം തന്നെയാണ് ഉണ്ടാവുന്നത്. അതിന്റെ പേരൊന്നുമല്ല രാഷ്ട്രീയം. ഈക്വാലിറ്റി, ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം, ഇതെല്ലാം കാണാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. പ്രത്യേകിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഒരു സമയത്ത് എല്ലാത്തിനും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ ഫുഡിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതാത് മേഖലയിലുള്ള ആളുകളോട് അതാത് രീതിയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരുമാതിരി അരിവപ്പെടുത്തി ഗവൺമെന്റ് ഉദ്യോഗം ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഉണ്ടാവും. ആരെങ്കിലും വന്ന് ഉണർത്തുമ്പോൾ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിരിക്കും. സാർ എന്ന് പറഞ്ഞ് ഉണർത്തണ്ട്, എന്താ പ്രശ്നം ഇതൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അപ്പൊ നേരത്തെ തന്നെ ഉണ്ടല്ലേ, ക്ഷേമനിധി പെൻഷനിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരി അങ്ങനെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്രയും ഗുരുതരമായ ഒരു കാര്യം പുറത്തു വന്നപ്പോഴല്ലേ ഈ ഇടപെടലുണ്ടായ. അപ്പൊ ഇത്രത്തോളം വളരെ മാന്യമായ രീതിയിലാണ്, വളരെ അപമാനകരം തന്നെ പറയാം, മാന്യം അങ്ങനെ കളിയാക്കിയതാ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഇതുപോലെ കാണുമ്പോഴാണ് മുഖ്യമന്ത്രി അടക്കം ഇടപെടുന്നത്. അപ്പൊ അതിനു മുമ്പേ തന്നെ ഈ വാർത്തകളെങ്കിലും ഒന്ന് വായിക്കുക. നിങ്ങൾ അതാത് പാർട്ടി പത്രങ്ങളാണെങ്കിൽ ഇത് പുറത്തുവിടുകയില്ല. അവര് വേറെ എന്തെങ്കിലും എന്താണ് കൊടി പൊക്കി, അല്ലെങ്കിൽ ബിജെപിയിൽ പൊട്ടിത്തെറി, അതല്ലേ. കോൺഗ്രസിന് മാത്രമാണെങ്കിൽ ബിജെപിയിൽ പൊട്ടിത്തെറി, LDF വർഗീയത, LDFിന്റെ മാത്രമാണ് ബിജെപിയിൽ രൂക്ഷമായ പ്രവർത്തനം, കോൺഗ്രസ് കള്ളമ്മ. നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ, അല്ലാതെ പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ വിടൂ. ഞങ്ങൾക്ക് അറിയണ്ട, അതിനുവേണ്ടി ഈ പരിപാടി തുടങ്ങിയേക്കുന്നത്. എല്ലാ പത്രം എല്ലാ പാർട്ടിയിലെയും ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ പറയും. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കൂ, പ്രശ്നപരിഹാരമാവണം രാഷ്ട്രീയം. എനിക്ക് അത് പറയാനുള്ളൂ. തീർച്ചയായും എനിക്ക് അതെ. പിന്നെ ഇനി വാണിജ്യ വാർത്തകളിലേക്ക് പോയാൽ, ട്രംബണോമിക്സിൽ നേട്ടം പ്രതീക്ഷിച്ച് ഇന്ത്യ. എന്താണ് ട്രംബണോമിക്സ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്? പറയൂ. പേര് കേൾക്കുമ്പോൾ ട്രംബണോമിക്സ് അല്ലെ, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ. ഓക്കെ, ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക രംഗത്തെ അജണ്ടകളും നയങ്ങളും തത്വങ്ങളും ചേരുന്ന പദമാണ് ട്രംബണോമിക്സ്. ഓക്കെ, ഇന്ത്യ US വ്യാപാരത്തിന് ഇതെങ്ങനെ സ്വാധീനിക്കും എന്ന് നോക്കാം. നിലവിൽ അമേരിക്കയും ഇന്ത്യയുമായുള്ള പ്രതിവർഷ വ്യാപാരം 19,000 കോടി ഡോളറിലധികമാണ്. 2020 മുതൽ 2024 വരെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി 46% വർധനയോടെ 7,750 കോടി ഡോളറിലെത്തി. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കാലയളവിൽ 17.9% ഉയർന്ന് 4,220 കോടി ഡോളറായി മാറിയിട്ടുണ്ട്. ചൈന +1 നയത്തിൽ പ്രതീക്ഷ.
ചൈനയ്ക്ക് ബദലായി ഏഷ്യയിൽ ഒരു നിർമ്മാണ കേന്ദ്രമെന്ന അമേരിക്കയുടെ നയ തീരുമാനം ഇന്ത്യക്ക് ഏറെ ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്. ചൈനയിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് അത് ഇന്ത്യക്ക് ഗുണകരമാകും. ചൈനയോട് വലിയ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അമേരിക്കക്ക് അല്ലെങ്കിൽ താല്പര്യമൊന്നുമില്ല ചൈനയിൽ. ഇപ്പോൾ ഒളിമ്പിക്സിനാണെങ്കിലും അമേരിക്കനെ പൊട്ടിക്കണ ചൈനയല്ലേ, ചൈനയെ പൊട്ടിക്കണ അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ചൈനയോട് വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങോട്ടും പൊട്ടിച്ച്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതേറെ ഗുണകരമാകും. ചൈനയോടുള്ള അമേരിക്കയുടെ അകൽച്ച ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് അനലിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് ഏറെ ഗുണകരമാകുന്ന ഈ തീരുമാനം ഇലക്ട്രോണിക്, വാഹന, സെമി കണ്ടക്ടർ മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപമെത്താൻ സാഹചര്യം ഒരുക്കും. ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങളുടെ ആദ്യ പട്ടികയിൽ ഇന്ത്യ ഇല്ലാത്തത് ശുഭസൂചനയാണെന്നും കയറ്റുമതിക്കാർ പറയുന്നു. അതായത് താരിഫ് യുദ്ധം കുറെ പേരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ ഇന്ത്യ ഇല്ല. ഇന്ത്യയോട് വളരെ നല്ലൊരു നിലപാടാണ് ട്രംപ് എടുക്കുന്നത്. അതൊരു വളരെ വളരെ നല്ലൊരു കാര്യമാണ്. നരേന്ദ്രമോദിയുടെ സൗഹൃദ വിജയം എന്നൊക്കെ വേണമെങ്കിൽ പത്രങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം, അല്ലേ? അതല്ല, ഇത് നമ്മുടെ നയതന്ത്രപരമായ വിജയമാണ്. കാരണം ഇന്ത്യ എല്ലാവരോടും ഒരു സമാധാനത്തിന്റെ പാതയിൽ യുദ്ധങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു അനന്തര ഫലമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ അങ്ങനെയുള്ള ചില രാജ്യങ്ങളാണ് ലോകത്ത് യുദ്ധം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും അത്രയും സുരക്ഷിതരായിട്ട് ജീവിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് ബോംബിടാൻ വന്നാലേ ഉള്ളൂ അങ്ങോട്ടുള്ള പരിപാടി. എന്നാലും സമാധാന ചർച്ചയിലൂടെ പോകും, അല്ലെ? പല സെൻസിറ്റീവ് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, ഇന്ത്യക്ക് ചുറ്റുമുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ ഇപ്പോ റഷ്യ, ഉക്രൈനൊക്കെ പോലെ അല്ലെങ്കിൽ ഇസ്രായേല്, ഗാസയൊക്കെ പോലെ യുദ്ധം നടക്കാത്തത് നമ്മുടെ ഒരു നിലപാടാണ്, ഒരു മതേതരത്വ നിലപാടാണ്, അല്ലെ? നമ്മുടെ ഭൂമി നമ്മുടെ മാത്രം അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അനധികൃത കുടിയേറ്റം നമ്മൾ എന്തായാലും ഒഴിവാക്കുകയാണ്. തൊട്ട് അനധികൃത കുടിയേറ്റം നമ്മൾ നൈസായിട്ട് ഇന്ത്യ അനധികൃതമായ കുടിയേറ്റം ഇന്ത്യ തടയിടാൻ പോകുന്നുള്ളൊരു അമേരിക്ക ചെയ്യുന്നുണ്ട്. അനധികൃത കുടിയേറ്റം ഇതാക്കി ഇന്ത്യക്കാർക്ക് അടക്കം പ്രശ്നമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്കടക്കം പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും. അപ്പോ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റഷ്യയില് യുദ്ധം അണപൊട്ടിയിരിക്കുകയാണ്. റഷ്യ യുക്രൈനെ വിടുന്ന ലക്ഷ്യമില്ല, അല്ല, റഷ്യ യുക്രൈനെ വിടുന്ന ലക്ഷണമില്ല. ബൈഡനുള്ള സാഹചര്യത്തിൽ ബൈഡൻ സഹായിച്ചിരുന്ന യുക്രൈനെ. ഇപ്പൊ ട്രംപ് വരുന്നതോടെ ആ സഹായം നിൽക്കും എന്നുള്ളതാണ് യുക്രൈന്റെ പേടി. അതുകൊണ്ട് നാറ്റോ സംരക്ഷിച്ചാൽ മാത്രം യുദ്ധം തീരും എന്നാണ് സെലൻസ്കിയുടെ വാദം. സെലൻസ്കി എന്ന് പറഞ്ഞാൽ യുക്രൈന്റെ പ്രസിഡന്റ്. യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുമെന്ന് നാറ്റോ സൈനിക സഖ്യം ഉറപ്പു നൽകിയാൽ യുദ്ധത്തിന്റെ തീവ്രഘട്ടം അവസാനിക്കുമെന്ന് പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി പറഞ്ഞു. അങ്ങനെയൊരു കരാറിലൂടെ നാറ്റോ സുരക്ഷിത വാഗ്ദാനം ചെയ്യാമെങ്കിൽ യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കി സൂചിപ്പിച്ചു. ബ്രിട്ടീഷ് മാധ്യമമായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. റഷ്യൻ അധീനതയിലാക്കിയ പ്രദേശങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ തിരിച്ചുപിടിക്കാം, മറ്റു ഭൂപ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാം. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് സെലൻസ്കി പറയുന്നു. അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ, ഏകദേശം 32 രാജ്യങ്ങളോളം നാറ്റോ രാജ്യങ്ങളുണ്ട്. ഈ നാറ്റോ രാജ്യങ്ങൾ ഏകീകൃതമായി യുക്രൈനൊപ്പം നിന്നാൽ മാത്രമേ ഈ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാവൂ എന്നുള്ളതാണ് വ്ളാദിമിർ സെലൻസ്കി പറയുന്നത്. അപ്പുറത്ത് തന്നെ വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. വ്ളാദിമിർ പുടിൻ വിടുന്ന ലക്ഷണമില്ല, ആണവായുധം വരെ പുള്ളി പരീക്ഷിക്കുക പറയണത്. പുള്ളിക്കെതിരെ ചൊറിഞ്ഞാൽ ഈ നാറ്റോ രാജ്യങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണത്. പുള്ളിക്കെതിരെ ചൊറിയാൻ വന്നാൽ ആണവായുധം വരെ പുള്ളി പ്രയോഗിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി ആണവായുധ നയം വരെ മാറ്റിയിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള നയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണവായുധം ഉള്ള രാജ്യത്തിനെതിരെ മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു നയം ഉണ്ടായിരുന്നു. പക്ഷെ യുക്രൈൻ ആണവായുധം ഇല്ല. അപ്പൊ യുക്രൈൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ആ നയം മാറ്റിയാണ് പുടിൻ. അങ്ങനെയൊന്നുമില്ല, ആണവായുധം ഇല്ലാത്തവർക്ക് വേണ്ടി വെടിവെക്കും, ഒപ്പിടാണ്. പുടിനോടെ ആ പേപ്പറിൽ ഒപ്പിട്ടു, സെറ്റ്. അതേസമയം അല്ല, യുക്രൈൻ ആണവായുധം കൊടുക്കാമെന്ന് പറഞ്ഞ വിവിധ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് റഷ്യനെ കൂടുതൽ ചോടിപ്പിക്കുന്നത്. ആരൊക്കെ കൂടിയാലും അവർക്കൊക്കെ പണിയുണ്ട്. ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക പിന്നെ ഡൊണാൾഡ് ട്രംപ് വരുന്നവരോട് അമേരിക്കയാണ് ഫണ്ട്. അമേരിക്കയിലെ ജനങ്ങൾ യുക്രൈന് സപ്പോർട്ട്. അമേരിക്കയിലെ തലവൻ ഡൊണാൾഡ് ട്രംപ് ആണ്. ബൈഡൻ ഭയങ്കര എതിർപ്പായിരുന്നു റഷ്യനോട്, പക്ഷെ ഡൊണാൾഡ് ട്രംപ് സപ്പോർട്ടാ. ട്രംപിന് ഇപ്പൊ നിയുക്ത പ്രസിഡന്റ് ചുമതല ഏൽക്കാൻ പോകുന്നുണ്ട്. ആ ഏൽക്കുന്നതോടുകൂടി പുടിന്റെ ഒരു ബന്ധം കൂടുതൽ ഇങ്ങനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് തോന്നുന്നത്. കാരണം പുടിൻ തന്നെ സൂചന എടുത്തിരുന്നു, നിങ്ങളുടെ രാജ്യത്ത് തന്നെ നിങ്ങൾക്കെതിരെ വധശ്രമമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സുഹൃത്തെ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുടിൻ പണി വരുന്നുണ്ട് അവറാച്ചെന്ന് ട്രംപിനോടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പുടിൻ. അതുകൊണ്ട് പുടിൻ ഡൊണാൾഡ് ട്രംപ് സൗഹൃദം വർദ്ധിക്കുന്നതോടെ യുക്രൈനാണ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത്.
യുക്രൈന്റെ സാമ്പത്തിക സൈനിക സഹായങ്ങൾ മിസൈൽ അടക്കം ബൈഡൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രംപ് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ മിസൈലൊക്കെ കൊടുത്ത് വേഗം വിട്ടോ, റഷ്യയിലേക്ക് വേഗം വിട്ടോ എന്നാണ് കൊടുത്തിരുന്നു. പക്ഷെ ഇനി അതൊക്കെയാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. റിപ്പബ്ലിക്സിന് ഒരു താല്പര്യമില്ല റഷ്യനെ ഈ പറയുന്ന ഒരു ശത്രുവായിട്ട് നിർത്താനായിട്ട്. അല്ല, ഡെമോക്രാറ്റിക് ആണ് ബൈഡൻ. അപ്പോ ഡെമോക്രാറ്റിക് ആൾക്കാർക്ക് റഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൂടാ, യുക്രൈന്റെ ഒപ്പം തന്നെയാണ്. പക്ഷെ റിപ്പബ്ലിക്കൻസ് വന്നതോടുകൂടി, ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി ഇപ്പോ യുക്രൈനോടുള്ള നിലപാടിൽ മാറ്റം വരാൻ പോവാണ്. ഇനി എന്തായാലും പുട്ടിനൊപ്പം അമേരിക്ക, പുട്ടിനൊപ്പം അമേരിക്ക എന്നുള്ളതല്ല, പുട്ടിനൊപ്പം പഴം, പുട്ടിനൊപ്പം പഴം. പക്ഷെ വ്ളാദിമിർ പുട്ടിനൊപ്പം ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക. ഓക്കെ, ശരിയാണ്. പക്ഷെ പുട്ടിനൊപ്പം എപ്പോഴും പഴം തന്നെ. എന്തായാലും ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു വിലക്കയറ്റത്തിന്റെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് സ്പോർട്സിലേക്ക് പോകേണ്ട ഒരു ഉണ്ട്. നമുക്കും കൈവിട്ടു, അതെ തന്നെ കൈവിട്ട് പോകുന്നുണ്ട്. മുരിങ്ങക്കായ വില കിട്ടി ഞെട്ടരുത് നിങ്ങള്. കിലോക്ക് 500 രൂപ. അയ്യോ എടാ, കിലോക്ക് 500 രൂപ. എരിവ് കൂടി കാന്താരി. ഒയ്യോ, മുരിങ്ങക്കായുടെയും കാന്താരിയുടെയും വില കേട്ട് ആരും ഞെട്ടണ്ട. പച്ചക്കറി മാർക്കറ്റിൽ ഇവയുടെ വില ഒപ്പത്തിനൊപ്പമാണ്. കിലോക്ക് 500 രൂപ. 200-നും 300-നും ഇടയിൽ വിലയുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുരിങ്ങക്കായുടെ വരവ് കുറഞ്ഞതോടെയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വില കൂടിയ ഇനം വിപണിയിൽ സ്ഥാനം പിടിച്ചത്. ഓ, അപ്പൊ നമ്മളിപ്പോ തിന്നുന്നതൊക്കെ ഭയങ്കര വില കൂടിയ ഫുഡാണ്. ഫുഡ് ഇവിടെ ഫ്രീ ആയതുകൊണ്ട് വീട്ടുകാർ പറയുന്നത് നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യണമെന്ന്. എന്റെ വീട്ടിൽ മുരിങ്ങയുണ്ട്, ഏതൊക്കെയാ പറഞ്ഞേ? മുരിങ്ങയുണ്ട്, കാന്താരിയോളം. പിന്നെ അതുകൊണ്ട് കണ്ടോ, മാതൃകാ പുരുഷൻ, മാതൃകാ കുടുംബം. ഈ വില കൂടിയ രണ്ടും വീട്ടിൽ കൃഷി ചെയ്തു. ഇത് വിൽക്കും ഞാൻ 500 രൂപ മറച്ചു വിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിറ്റിടാ. അതെ, അത് ജൈവവളം വിട്ടുണ്ടാക്കിയ കൃഷി. ഞാൻ 1000 രൂപയ്ക്ക്. അതെ, 500 രൂപ ആൾക്കാർ പിടിക്കും. 450 രൂപ. ഈ വിഷം ചേർത്ത സാധനത്തിനാണ് അവര് 500 കൊടുക്കുന്നത്. അപ്പൊ വിഷം ചേർക്കാത്ത നല്ല മുരിങ്ങയ്ക്ക് വേണ്ടി വിഷം ചേർക്കാത്ത കാന്താരി ജോസിനെ സമീപിക്കുക. അഡ്രസ് താഴെ കൊടുക്കാൻ കേട്ടല്ലേ? ഓക്കെ. അപ്പൊ 1/2 മീറ്ററോളം നീളം വരുന്ന 1/2 മീറ്ററോളം നീളം വരുന്ന ബറോഡ മുരിങ്ങയ്ക്കൊക്കെയാണ് തമിഴ്നാട് ഇനത്തെ അപേക്ഷിച്ച് പച്ചനിറം കൂടുതലായ ഈ ഇനമാണ് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. നീളം കൂടിയ മുരിങ്ങയ്ക്കാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നീളം കൂടിയ മുരിങ്ങയ്ക്കാന്നല്ല, നല്ലതാണ്. നിന്റെ അവിടുത്തെ സാധാരണ കേരള എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അങ്ങോട്ട് നോക്കാറുണ്ടോ നീ? വെച്ചുണ്ടാക്കി തരുമ്പോ നോക്കും. കഷ്ണം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടുമ്പോൾ നോക്കാം. വലിപ്പറിയാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ അടുക്കള കയറി മുറിക്കും. നല്ലൊരു ഇതുപോലെ കിട്ടുന്ന പെങ്കൊച്ചന്റെ വയ്യ. അതെ, ഇവന്റെ വീട്ടിലേക്ക് പോകുന്ന കാലെടുത്ത് വെക്കുന്ന പെൺകുട്ടിയുടെ സൗഭാഗ്യം എന്ന് പറയാനുള്ളത് എന്ത് പറയാൻ. ഒരു കാര്യം, ഒരു മാതൃകാ സന്ദേശം ഞാൻ പകരാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോ വളരെ വിചാരണമായി വന്നതാ. അതായത് ഇതുപോലെ കൃഷികൾ വേണം. നമ്മൾ ഹവോൾഡാറി എന്നുള്ള സിനിമ കണ്ടായിരുന്നു. ആ സിനിമ കണ്ടിട്ട് നമ്മൾ വിട്ടവരാണ് കൂടുതൽ പേര്. പക്ഷെ ആ സിനിമ കണ്ടിട്ട് വിത്തിട്ടവരാണ് മറ്റു ചില പേര്, അല്ലേ? അതാണ് വിത്തിട്ടവരിൽ ഇതുപോലെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അതിനുവേണ്ടി തമിഴ്നാടിനെയും അതിനുവേണ്ടി ഉത്തരേന്ത്യയും ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവനവന്റെ വീട്ടിലേക്കുള്ളത് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റും. അതിപ്പോ ടെറസ് ആയാലും മതി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോസിന്റെ ഫാമിലി. ഓക്കെ, സോ ഇതുപോലുള്ള ഒരുപാട് ജോസിന്മാരും കുടുംബവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും ജോസിൻ എല്ലാവർക്കും പറ്റും. പച്ചക്കറികൾ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അവനവന്റെ വീട്ടിലെ ഒരു ഉച്ചഭക്ഷണത്തിനെങ്കിലും ഉള്ളത് വിഷമില്ലാത്ത പച്ചക്കറികൾ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ സ്വന്തം വീട്ടിൽ കൃഷി വകുപ്പ് പൂർണ്ണ സപ്പോർട്ടാ. ചെന്ന് നോക്കൂ, ഫ്രീ ആയിട്ട് വരെ നിങ്ങൾക്ക് എല്ലാം തരാൻ കൃഷി വകുപ്പ് റെഡിയായി നിൽക്കുക. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അറിയോ? അല്ലെ, കൃഷി വകുപ്പ് ഗവൺമെന്റ് വകുപ്പാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും, ഇനി കാലി വളർത്തലാണോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയാണോ, വളം വേണോ, എല്ലാം അവിടെയുണ്ട്. ഒന്ന് പോയാ മതി. അതെ, ഈ പേരുദോഷം കേൾക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടാരും ചെല്ലുന്നില്ല. അതുകൊണ്ട് ചെല്ലു. എന്നിട്ട് നിങ്ങൾ കൃഷി തുടങ്ങും. ഒരു 3 സെന്റിലും 4 സെന്റിലൊക്കെ കൃഷി നടത്തുന്നവരുണ്ട്. അല്ല, അത് വേണ്ട, 1/2 സെന്റ് മതി. 500 രൂപ എന്ന് പറഞ്ഞ സാലറി പോലും അത്രയില്ല ആൾക്കാർക്ക്. 500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മൊത്തം ബാധിക്കുക, അല്ലേടാ? 1 കിലോ മുരിങ്ങയൊക്കെ വിറ്റ് കോടീശ്വരനാ. അതിന് അതുകൊണ്ട് നിങ്ങൾ കൃഷി തുടങ്ങണ്ടാവും. വെയിറ്റ് ചെയ്ത് വേഗം കൃഷി തുടങ്ങും. ഞായറാഴ്ച അല്ല, ചുമ്മാ 2 കപ്പെങ്കിലും ഇടും ആൾക്കാർ, പഴയ പൂർവികര് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആണോ?
ഇവന്റെ വീട്ടിലില്ലാത്തൊന്നുമില്ല. അവൻ പറഞ്ഞ വന്നു കയറുന്ന പെണ്ണിന്റെ സൗഭാഗ്യം. ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷനാണ്. നല്ല ആലോചന താഴെ. അതിനർത്ഥം ഇവര് കല്യാണ പ്രായമായി എന്നുള്ളത്. കല്യാണം നോക്കി തുടങ്ങിയിട്ടുണ്ട് വീട്ടില്. നല്ല ആലോചന ഉണ്ട് താഴെ. എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. ആൾക്കാരെ പറയണം പത്രവാർത്തകൾ തിരിച്ചു വേണം തിണ്ടികള്. നിനക്ക് പെണ്ണില്ല നീ പോവാൻ. സ്പോർട്സിലോട്ട് പോവാം. സ്പോർട്സിലേക്ക് പോവാം. അതെ, എന്താണ് സ്പോർട്സിൽ സംഭവിച്ചത് എന്താണ് പറയൂ. എനിക്ക് വലിയ ധാരണയില്ല. അനൂപ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന്. അനൂപ് ഉണ്ടായിരുന്നെങ്കിൽ സ്പോർട്സിൽ അനൂപ് ഉണ്ടായിരുന്നെങ്കിൽ കിലോ. അതെ അതെ അതെ. ഞങ്ങൾ ഇത്രയും പറഞ്ഞതിനേക്കാൾ ഹൈ ലെവലിൽ അവൻ 2 പേജിലെ കാര്യം പറയും. സ്പോർട്സ് എത്തിക്കഴിഞ്ഞാൽ അവനെന്തോ അല്ലെ അവന് മിസ് ചെയ്യുന്നുണ്ട്. നാളെ തൊട്ട് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്തോ MDM അടിച്ച പോലെ അല്ല. അങ്ങനെയല്ല, ഇത് കട്ടുകള അങ്ങനെയല്ല. അതായത് ഒരു കിക്ക് വരുന്ന ഉദ്ദേശം അല്ലെ. ചിലർക്ക് അതാണല്ലോ, ചിലർക്ക് അതൊരു ലഹരി, ചിലർക്ക് ഇത് അടിക്കാറൊന്നും ചിലർക്ക് ഇതൊരു ലഹരി. അത് തന്നെ. അപ്പൊ സ്പോർട്സ് പേജ് എന്നുള്ളൊരു ലഹരിയിലേക്ക് ഞങ്ങൾ പോകുവാണ്. എന്തായാലും എവിടെ നിന്ന് തുടങ്ങും എന്നാണ് ഞാൻ തുടങ്ങാം. കോഹ്ലിനെ പിന്നിലാക്കി, കോഹ്ലിനെ ഇല്ലാതാക്കിയതല്ല, പിന്നിലാക്കി വില്ലി വന്നിരിക്കുകയാണ്. വില്ലി യെസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് നേടുന്ന ആദ്യ ന്യൂസിലൻഡ് താരമായി കെയ്ൻ വില്യംസൺ വന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലാണ് വില്യംസൺ നേട്ടത്തിലെത്തിയത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന 19ാമത്തെ താരമാണ് വില്യംസ്. ഇതോടെ ഫാബ് 4-ലെ 4 താരങ്ങളും 9000 റൺസ് മാർക്ക് പിന്നിട്ടിരിക്കുകയായിരുന്നു. വിരാട് കോഹ്ലി, ജോ റൂട്ട്, സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് മറ്റു താരങ്ങൾ. അവരെല്ലാം അവരുടെയൊക്കെ കൂടെ ഒപ്പം നിൽക്കാൻ നമ്മുടെ വില്ലി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വില്ലി വിരാട് കോഹ്ലിയെ മറികടന്നിരിക്കുന്നു എന്നുള്ള നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു ദുഃഖകരം എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് ഒരു ശുഭകരമായ വാർത്തയാണ്. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സന്തോഷമല്ലേ. പിന്നിലാക്കാന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടികയിൽ കയറിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും പിള്ളേർ വരട്ടെ, കളിക്കട്ടെ. അത് തന്നെ. അപ്പോ ദക്ഷിണാഫ്രിക്ക 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ദക്ഷിണാഫ്രിക്ക 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 59.25 പോയിന്റ് ശരാശരിയാണ് ടീമിനുള്ളത്. 61.11 പോയിന്റ് ശരാശരിയുമായി ഇന്ത്യയാണ് ഒന്നാമത്. ഞാൻ ഇതിനാണ് രഹസ്യോട് പറഞ്ഞത്. ഇന്ത്യയാണ് ഒന്നാമത്, ദക്ഷിണാഫ്രിക്ക 2ാമത്. അതത്രേ ഉള്ളൂ. അപ്പൊ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചതോടെയാണ് ലോക ചാമ്പ്യൻഷിപ്പിലുള്ള ഫൈനൽ ബർത്തിനുള്ള പോരാട്ടം മുറുകിയിരിക്കുന്നതും ഇവർ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 231 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത്. 516 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സ് ആരംഭിച്ച ലങ്ക 282 റൺസിന് പുറത്താകുകയായിരുന്നു. മാർക്കോ ജോൺസൺ വെറുതെ നശിപ്പിച്ചു കളഞ്ഞവരെ. നമ്മുടെ സഞ്ജുവിന്റെ ഒക്കെ വിക്കറ്റ് ഇടുന്ന ഒരു മാർക്കോ ജോൺസൺ ഇല്ലേ, സഞ്ജു കഴിഞ്ഞ 6 അടിച്ച ആ പുള്ളിക്കാരനെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ മാർക്കോ ജോൺസൺ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. പിന്നെ ഇന്ന് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ ഇന്ന് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. ലിവർപൂൾ ആകെ 10 ജയം, 24 ഗോള്, പാസുകൾ 2537, ഷോട്ട് 152, ടച്ചുകൾ 8648, ക്ലീൻ ഷീറ്റ് 6. അപ്പോ കളിയുണ്ട്. ലെസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിക്കാൻ നമ്മുടെ സ്വന്തം മിസ്റ്റർ റൂയി രംഗത്ത് വരികയാണ്. റൂഡ് വാൻ നിസ്റ്റൽ റൂയി എന്ന പരിശീലകൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ലെസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിക്കാനായിട്ട് എത്തുവാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ 2027 വരെ അദ്ദേഹമായിരിക്കും പരിശീലിപ്പിക്കുന്നത്. 12 ലീഗ് മത്സരങ്ങൾക്ക് ശേഷമാണ് കൂപ്പറിനെ ലെസ്റ്റർ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. 16 കളിയിലായി 10 പോയിന്റുമായി തപ്പിത്തടയുകയാണ് ടീം. 2 ജയം മാത്രമാണ് ടീമിനുള്ളത്. അവസാന 4 കളികളിൽ 3നും തോറ്റിരുന്നു. ഈ ഒരു പരിതാപമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രംഗത്ത് വരുന്നത്. നമ്മുടെ അനൂപ് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധകനാണ്. അതെ, തീർച്ചയായിട്ടും അവനുണ്ടായിരുന്നെങ്കിൽ. അതെ, പക്ഷെ അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ വർണ്ണിക്കും. അതെ, തീർച്ചയായിട്ടും നമുക്ക് അവനെ വെച്ചോണം ചെയ്യാം. മിസ്റ്റർ റൂയിയെ പറ്റി പറയാൻ വേണ്ടി അതെ നമ്മൾ ഇത്ര അല്ല ചുമ്മാ അവൻ നല്ല അടിപൊളിയാണ്. അതെ, സങ്കടമില്ല. നാളെ തൊട്ടാ വരത്തില്ല. താങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോ സ്പോർട്സ് പേജിൽ ഇനി ഒരു വാർത്തകൾ പറയാം. കേരളത്തിന്റെ ഒരു വാർത്ത. ഞങ്ങൾ പ്രീമിയർ ലീഗിലോട്ട് പോയി. സന്തോഷ് ട്രോഫി ആദ്യ മത്സരം, കേരളത്തിന്റെ ആദ്യ മത്സരം ഗോവയ്ക്കെതിരെ. അപ്പൊ ISL മാത്രമല്ല, സന്തോഷ് ട്രോഫി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കേരള ഫുട്ബോൾ ആരാധകർക്ക് ഓർമ്മയുണ്ടാവും, മറക്കാൻ പറ്റില്ല. നമ്മുടെ IM വിജയനൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചത്, ബൈച്ചിങ്
അതുപോലെ തന്നെ സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിൽ കേരളത്തിന്റെ ആദ്യ മത്സരം ഗോവയ്ക്കെതിരെ ഡിസംബർ 15-നാണ് മത്സരം. ഹൈദരാബാദാണ് ആതിഥ്യം വഹിക്കുന്നത്. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ 14-ന് ആരംഭിക്കും. ഫൈനൽ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് സന്തോഷ് കേരളത്തിൽ അയക്കുമ്പോ നല്ലൊരു കോച്ചെങ്കിലും ബുക്ക് ചെയ്ത് അയക്കണേ. അതായത് ട്രെയിനൊക്കെ വെറുതെ ഒരുമാതിരി അവന്മാര് മൊത്തം നെഗറ്റീവ് അടിച്ചാണ് പോണത്. ഒന്നാമത് നമ്മൾ ട്രെയിനിന്റെ അവസ്ഥ പറയണ്ടല്ലോ. കാർത്തിക് സൂര്യൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, മറ്റേ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ ട്രെയിനിന്റെ അവസ്ഥ, ദീർഘദൂര ട്രെയിനിന്റെ ഒക്കെ അവസ്ഥ. അയ്യോ മാറ്റമാണ്. സെക്കൻഡ് എ സി ഒക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവും. ഫുഡിന്റെ കാര്യം പറയണ്ട. ഞാൻ നോക്കിയിട്ട് സൗത്ത് സൈഡ് പിന്നെ കുഴപ്പമില്ല, നോർത്ത് സൈഡിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ പാമ്പൊക്കെ പോവാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരിയാണ് അവർക്ക്. സെക്കൻഡ് എ സി പോലും തുറന്നിട്ടിരിക്കുകയാണ്. വല്ലപ്പോഴും വന്ന് എന്താ ടിക്കറ്റ് ഉണ്ടോ നമ്മൾ കുറച്ചു നേരം പുറത്താക്കുന്നു. അവന്മാരാണ് മൊത്തത്തിൽ സംഘം പോലെ നിൽക്കണേ. ടിക്കറ്റ് ഇല്ലാത്തവര് അയാളെ പിടിച്ച് വേണമെങ്കിൽ മറ്റേ ടീറ്റിനെ പുറത്തോട്ടിടും. അങ്ങനെ നടന്നല്ലോ. ടിക്കറ്റ് എക്സാം ചെയ്യാൻ വന്ന ആളെ പിടിച്ച് താഴെ അതുകൊണ്ട് റെയിൽവേ ഒന്ന് ശ്രദ്ധിക്കണം. ബ്രിട്ടീഷ് ഉണ്ടാക്കി വെച്ചൊരു സംഭവം ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നമ്മളെ ഇന്ത്യയുടെ ട്രെയിനുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അതൊന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കുക. ക്ലീൻനെസ്. അല്ലെങ്കിൽ എങ്ങനെ ട്രെയിനോട് ഈ മൊണോപ്പൊളി സിസ്റ്റം ആയതുകൊണ്ടാണ് പ്രശ്നം തോന്നുന്നു. സത്യം. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം കാണണമെങ്കിൽ ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു ട്രെയിൻ യാത്ര നടത്തണം. അവിടം മുതൽ ഇവിടം വരെ അല്ലെ. അയ്യോ ഗ്രാമങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ അവസ്ഥ. ഞാൻ റീൽസിൽ കണ്ടൊരു ചെക്കൻ, കൊച്ചു പയ്യൻ പുറത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വിദേശി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ കുറെ ആണുങ്ങൾ ഇപ്പൊ ഭയങ്കര പ്രായമുള്ള ആണുങ്ങളൊക്കെ നിപ്പുണ്ട്. അവരിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യൻ അവൻ കൂളായിട്ടിരിക്കുന്നത്. ആ വിദേശിയാണെങ്കിൽ പേടിച്ച് പറിച്ചിരിക്കുമ്പോ ഇവൻ കൂളായിട്ട് അവൻ നിക്കായിരുന്നു ഒട്ട് ഇതില്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യ ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. പക്ഷെ അത്രത്തോളം ദുരന്ത സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് സന്തോഷ് ട്രോഫി പോകുന്ന ടീമിലേക്ക് നിങ്ങൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്കിലും എടുത്തു കൊടുക്കുക. എടുത്തു കൊടുക്കൂലെന്ന് എനിക്ക് നിങ്ങളെ വരുമാനം ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക. അവർക്ക് നല്ല രീതിയിൽ പോട്ടെ, നല്ല ഫ്രഷ് ആയിട്ട് അവർ പോട്ടെ. ഓക്കെ. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് പത്രവാർത്താസിന്റെ ഇന്നത്തെ സംഭവ ബഹുലമായ എപ്പിസോഡ്. ജോസിൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പത്രവാർത്തയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ജോസിൻ വന്നാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോസിൻ വളരെ വാചാലനായി സംസാരിക്കും. അല്ലാതെ തീർച്ചയായിട്ടും അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ എനിക്ക്. എന്തായാലും അവൻ അങ്ങനെ ഒരു വാചാലനായതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്രവാർത്താസ് എപ്പിസോഡുകൾ വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോ എല്ലാവർക്കും ഞങ്ങൾ ഇത്ര നേരം കേട്ട അല്ലെ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദിയുണ്ട്. നല്ലൊരു വർഷത്തിന്റെ അവസാനത്തിന്റെ മാസത്തിന്റെ തുടക്കം, വല്ലാത്തൊരു ദിവസം. 1-ാം തീയതി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ഏഞ്ചൽ ചുള്ളിക്കാടിലൂടെ പോയോണ്ട് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാണ് ഇന്ന് 1-ാം തീയതിയാണ്. ഏതെങ്കിലും പിള്ളേർക്ക് അറിയണ്ടാവില്ല. കാരണം എല്ലാ ദിവസവും ഒരുപോലെ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇന്ന് 1-ാം തീയതിയാണ്. ഡിസംബർ 1 ആലോചിച്ച് നോക്കണം. 2024 തീരാൻ പോവുക. അവസാന മാസമാണിത്. ഇത് ഈ മാസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പോയി. അതായത് ഈ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ ഒത്തിരി റെസൊല്യൂഷൻ എടുക്കേണ്ട പിള്ളേരുണ്ട്. സത്യം തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മാസം നിങ്ങൾ ആ സാധനങ്ങൾ മുഴുവൻ എൻജോയ് ചെയ്യണം. നിങ്ങൾ നിർത്താൻ പോകുന്ന സാധനങ്ങൾ എൻജോയ് ചെയ്യണം. അല്ല, നവംബറിലെ ഒരു ഇത് കഴിഞ്ഞുള്ളൂ. നവംബർ കഴിഞ്ഞു, ഡിസംബർ തുടങ്ങി. അല്ല, ഞാൻ വേറൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നവംബറിൽ നിങ്ങൾക്ക് കിട്ടിയ മൂല്യങ്ങൾ ഡിസംബറിൽ പാലിക്കുക. അതെ, അടുത്ത വർഷം നിർത്താൻ പോകുന്ന ശീലങ്ങൾ ഈ മാസം നന്നായിട്ട് എൻജോയ് ചെയ്യുക. കാരണം അടുത്ത വർഷം നിർത്താൻ പോവാണല്ലോ. ഡിസംബറിൽ 5 വർഷമായിട്ട് ഒരു സാധനം നിർത്തിയിട്ടുണ്ട്. 5 വർഷം അതെന്താന്ന് പറയാൻ നിർത്താൻ വേണ്ടി. അതായത് ഓരോ വർഷവും ഞാൻ നിർത്തും, 2 മാസം കഴിയുമ്പോ പിന്നെ തുടങ്ങും. അതെന്താന്ന് പറയാൻ പേഴ്സണൽ കാര്യമാണ്. സെൻസറിങ്. അപ്പൊ എന്തായാലും നവംബറിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിർത്തിയല്ലോ, അതുപോലെ ഡിസംബർ തുടങ്ങിയേക്കരുത്. വേണമെങ്കിൽ ഡിസംബർ ഒന്ന് പരീക്ഷിക്കൂ. ഡിസംബറിൽ തണുപ്പ് അങ്ങനെ പരീക്ഷിക്കാൻ പറ്റൂ. ഓക്കെ, ഡിസംബറിൽ നിങ്ങൾ കുറച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ നവംബർ നവംബർ പോകുന്നില്ലല്ലോ. ഇവിടെ പല സുഹൃത്തുക്കളും അതായിരുന്നു. ഞാൻ പറയുന്നില്ല, പറഞ്ഞ് പണിയാളും. അതുകൊണ്ട് നവംബർ പോകുന്നില്ലല്ലോ മനസ്സിൽ നിന്ന്. പോട്ടെ, ഡിസംബറിൽ നിങ്ങൾ കുറച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ജനുവരിയോട് കൂടി അത് പ്രാവർത്തികമാക്കുന്ന തരത്തിൽ ഒരു പുതിയ വർഷം പുതിയ രീതിക്ക് ഒരു റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക. ആ റെസൊല്യൂഷനിൽ ജീവിക്കുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റുക, ഡിസിപ്ലിൻ സെറ്റ് ചെയ്യുക. എന്താണോ ഗോള് അതിനുവേണ്ടി പരിശ്രമിക്കുക, മുന്നോട്ട് പോകുക. അടുത്ത വർഷം സമ്പന്ന വർഷമായി നിങ്ങൾക്ക് മാറട്ടെ. എൻജോയ് ചെയ്യാനും മറന്നു പോകരുത്. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല വർഷം ഞങ്ങൾ ഡിസംബർ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നല്ല മഞ്ഞുണ്ട്, രാവിലെ എണീക്കുക, ക്രിസ്മസ്
ആശംസിക്കുകയാണ്. നല്ലൊരു ന്യൂ ഇയർ നിങ്ങൾ എല്ലാ പള്ളിയിലും നക്ഷത്രം നോക്കി. അതിന് അയ്യോ അത് തന്നെ നക്ഷത്രങ്ങളുടെ ഒരു ഞങ്ങളുടെ പള്ളിയുടെ മുട്ടക്കാടനൊരു സ്റ്റാർ നോക്കിയിട്ടുണ്ട്. കേക്ക്, വൈന്, നക്ഷത്രങ്ങള്, തോരണങ്ങള്, പിന്നെ അടുത്ത പറയുന്നത് മറ്റേ ക്രിസ്മസ് ട്രീ, കരോള്, ക്രിസ്മസ് അപ്പൂപ്പൻ, മറ്റേ അതൊക്കെ ഉണ്ട്. പുൽക്കൂട്, ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വലിയൊരു മാസമാണ്, നല്ലൊരു മാസമാണ്, ആഘോഷിക്കാൻ പറ്റിയ മാസമാണ്. പിന്നെ കോട്ടയക്കാർക്ക് പാലാ ജൂബിലി 8-ാം തീയതി പാലാ ജൂബിലി, 31 ദിവസമുണ്ട് പാലാ ജൂബിലി കേട്ടോ. എല്ലാരും പാലാ ജൂബിലിക്ക് വേണം, ഞങ്ങളെ വേണം കേട്ടോ. പബ്ലിക്കായിട്ട് പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ, എല്ലാരും പാലാ ജൂബിലി. ഓക്കെ, അപ്പൊ 31 ദിവസമുണ്ട് ഡിസംബർ. ഇതിൽ 1-ാം ദിവസം ആവട്ടുള്ളൂ, ഇനി 30 ദിവസമുണ്ട് ആഘോഷിക്കുക. അതെ, ഒന്നായിട്ടുള്ളൂ, ഇനി 31 ദിവസം ഉണ്ട്. കാരണം ഇന്ന് ദിവസം തുടങ്ങിയിട്ടുള്ളൂ. ഞായറാഴ്ച മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയി. അപ്പൊ ആഘോഷിക്കാം. വർഷം തീരാൻ പോണ്. എന്തെങ്കിലും കുരുത്തക്കേടുണ്ടെങ്കിൽ ഈ വർഷം തന്നെ അങ്ങോട്ട് തീർത്തു വിടുക. വള്ളിക്കെട്ടൊക്കെ തീർക്കുക. ഞാൻ പറഞ്ഞു, വള്ളിക്കെട്ടൊക്കെ തീർക്കാനുള്ള ഒരു മാസമായിട്ട് ഇത് മാറ്റുക. വള്ളിക്കെട്ടില്ലാത്തവര് പുതിയ വള്ളിക്കെട്ട് പിടിക്കാണ്ടിരിക്കുക. അതെ, പിന്നെ മെച്ചൂർഡ് ആകാനുള്ള സമയം, കാരണം നിങ്ങൾക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. മെച്ചൂർഡ് ആയി തീർച്ചയായിട്ടും. ഇപ്പൊ പിള്ളേ കളിക്കുന്നവരൊക്കെ ചിന്തിച്ചോ, നിങ്ങൾക്ക് ഒരു വയസ്സ് കൂടെ പോവുകയാണ്. ഈശ്വര, അതിന്റെ മെച്ചൂരിറ്റി കാണിക്കുക. അതുകൊണ്ട് AD 2025 കടക്കുകയാണ്. അതിന് മുമ്പത്തെ അവസാനത്തെ മാസത്തിന്റെ ആദ്യത്തെ ദിവസം എന്നാണ് ഞങ്ങൾ ഈ പത്രാത്താസ് ചെയ്യുന്നത്. ഇത്രയും നേരം ഞങ്ങളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങൾ നിർത്തുകയാണ്. ടാറ്റ.